സമ്മേളനം സമാരംഭിക്കും. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ അഭിമുഖനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ഡി പ്രേമേന്ദ്രനാണ്. അധ്യക്ഷതമായിരിക്കുന്നതിന് അദ്ദേഹത്തെ ക്ഷണിക്കും. ഗുരുസ്മരണ ശ്രീമതി നിന്യ ലാൽ. ശ്രീ അംജിത്ത് വേദിയിലേക്ക് വരാം. അംജിത്ത്. അഭിനന്ദനായ പുരുഷൻ ശ്രീനാരായണ സേവാ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ഡി പ്രേമേന്ദ്രൻ. ബഹുമാനപ്പെട്ട കേരള
ആദരണീയായ കേരളത്തിലെ പ്രശസ്ത സാഹിത്യകാരി ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ അവരുടെ ശ്രീനാരായണ സേവാ സംഘത്തിന്റെ യുവജന വിഭാഗമായ ശ്രീനാരായണ സേവ യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ PS അംജിത്ത് അവരെ, ശ്രീനാരായണ സേവാ സംഘത്തിന്റെ ഡയറക്ടറോടങ്ങളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശുദ്ധ വ്യക്തിത്വങ്ങളെ, ശ്രീനാരായണ കുടുംബത്തിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ സവിശേഷം ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനമാണ്. 73 സംവത്സരക്കാലം കേരളത്തിൽ ജീവിച്ച് കേരളത്തിൻ്റെ പിഴച്ച ജാതകം തിരിച്ചെത്തി കുറിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ 95ാമത് മഹാസമാധി ദിനമാണ്. നമുക്കറിയാം ദിനത്തിൻ്റെ സവിശേഷത. വാസ്തവത്തിൽ ഈ ദിനം നമുക്കൊരാത്മപരിശോധനയുടെ സമയമായി എടുക്കേണ്ടതാണ്. ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത ലക്ഷ്യത്തിൽ എത്ര കണ്ട് സമൂഹത്തിൽ മുന്നേറാൻ കഴിഞ്ഞു, എത്ര കണ്ട് നമുക്കത് ജീവിതത്തിൽ സാംശീകരിക്കാൻ കഴിഞ്ഞു, നമുക്ക് പിഴവുകളുണ്ടായോ, തെറ്റുകളുണ്ടായോ, കുറ്റങ്ങളുണ്ടായോ എന്നുള്ള ഒരു ആത്മപരിശോധന നടത്തുകയും ശ്രീനാരായണ ഗുരു ചൂണ്ടിയ പാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാഷകമായ ഭാവിയിലെല്ലാം അത് സുരക്ഷിതമായിരിക്കൂ എന്ന് നമുക്ക് ബോധ്യത്തോടുകൂടി നമുക്ക് ഒരു തിരുത്തലിനുള്ള പ്രതിജ്ഞാപനമായി ഇന്ന് ഏറ്റെടുക്കേണ്ടത് ആവശ്യം. നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് സമാധി. ആ സമാധിയെ സംബന്ധിച്ച് ഒരു 3:30 ആണ് ഗുരുദേവൻ സമാധി രംഗവും അറിയാം. അവസാനമായി സ്വാമി അവിടുന്ന് തന്നെ രചിച്ച ദൈവദശകം ചൊല്ലാൻ ശിഷ്യന്മാരോട് പറയുകയും ദൈവദശകം ചൊല്ലിത്തീരുന്ന അതിൻ്റെ അവസാനത്തെ വരികൾ ചൊല്ലിത്തീരുമ്പോൾ ആഴമേറുന്നു നിന്മഹസാം ആയിരം ഞങ്ങളാകവേ ആഴണം വാഴണം വാഴണം നിത്യം എന്നുള്ള പ്രാർത്ഥനാകാലത്തിൻ്റെ അവസാനത്തെ വരികൾ ചൊല്ലിത്തീർന്നപ്പോൾ ഒരു പുരുഷായുസ് മുഴുവൻ ഈ ലോകത്തെ അനുഗ്രഹിച്ച അവിടുന്ന് അനന്തതയിലേക്ക് വിലയം പ്രാപിച്ചു എന്നുള്ളത് ഏവർക്കും അറിയാം. നഗരയുടെ ഗുരുദേവന്റെ അവസാനത്തെ കാലം അദ്ദേഹം രോഗാതുരനായി ശയ്യാവലംബിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ സമ്മതിക്കില്ല. അദ്ദേഹത്തിന്റെ അനന്തരഗാമിയായിരുന്ന ബോധാനന്ദ സ്വാമി പറയുന്നത്, ഗുരുദേവൻ ഒരു രോഗമില്ല, ഞങ്ങളെപ്പോഴും കൂടെ നടന്ന് പറയും, അവിടുത്തെ പരിചരിക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞതിന് ആ കാരുണ്യമൂർത്തി ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ, അവിടുത്തെ പാദ ശുശ്രൂഷ ചെയ്യാൻ അവസരം നൽകിയതാണെന്നാണ് പറയുക. പക്ഷേ ഡോക്ടർ സാമർവൽ, ലോകപ്രശസ്തനായ ഡോക്ടർ സാമർവൽ ഗുരുദേവനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടുത്തെ പരിശോധിക്കാൻ കണ്ടതിന് ശേഷം അദ്ദേഹം ലോകത്തോട് പറഞ്ഞത്, അവിടുത്തെ നിയന്ത്രണത്തിനാണെല്ലാം അവിടത്തേക്ക് ഒരു രോഗവും ഇല്ല എന്ന. ഈ കേരളത്തിൽ പ്രസിദ്ധരായ ചോലയിൽ മാമി വൈദ്യർ, ആക്രാട് മാമി വൈദ്യർ, പെരുന്നെല്ലി വൈദ്യന്മാർ, വയസ്കര കോഴ്സ് തുടങ്ങി കേരളത്തിലെയും അതുപോലെ അയൽ സംസ്ഥാനങ്ങളിലെയും എല്ലാം ആയുർവേദ രംഗത്തും അതുപോലെ തന്നെ അലോപ്പതി രംഗത്തുമുള്ള അതിപ്രഗത്ഭരായ ഡോക്ടർമാരെല്ലാം ഗുരുദേവനെ വന്ന് ഇങ്ങേറ്റം ഭക്തിപൂർവ്വം പരിചരിക്കുകയുണ്ടായി. പക്ഷേ അവസാന കാലം ഗുരുദേവന് ഹർണിയ രോഗം പിടിച്ച് എന്നുള്ളതാണ്. ആ കാലയളവിലും ഒരു ദിവസം ഞാൻ നീതി പറയുന്നില്ല, ഗുരുദേവൻ ശയ്യാവലംബിയാണ്, രോഗഗ്രസ്തനായി ശയ്യാവലംബിയായിരിക്കുക, വർക്കല ചുരത്തിൽ ഇപ്പോഴേക്ക് ആരെയും കടത്തിവിടണ്ട എന്നാണ്. കാരണം അനിയന്ത്രിതമായ തിരക്ക്, പാതാളത്തിന്റെ അഗാധതയിൽ നിന്ന് ഞാൻ തങ്ങളെ കൈപിടിച്ച് കരയേറ്റി ജീവിതത്തിന്റെ വിജയപാതയിലൂടെ രാജപാതയിലൂടെ നടത്തിയ തങ്ങളുടെ കൺകണ്ട ദൈവമായ ശ്രീനാരായണ ഗുരുദേവൻ ഇതാ രോഗഗ്രസ്തനായി ശയ്യാവലംബിയായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആളുകളെ വല്ലാതെ വ്യഥപ്പെടുത്തി, ഒരു മാനസികമായി തകർന്നു. കാരണം തങ്ങളുടെ ദൈവം, ആ ദൈവം ഇതാ രോഗഗ്രസ്തനായി കിടന്നു. അപ്പോഴാണ് ചുരത്തിനിപ്പുറം ആരും കിടക്കരുത് എന്ന് നിർദ്ദേശം കൊടുത്തപ്പോഴാണ് ആയിരക്കണക്കിന് ആളുകൾ ഗുരുദേവനെ നോക്കി കാണാൻ വേണ്ടി വർക്കലയിലേക്ക് നാടിന്റെ നാനാഭാഗത്ത് നിന്ന് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഗുരുദേവൻ തന്നെ പറയുകയാണ്, ചെറിയ കീഴിൽ നിന്ന് വന്നവരെ കടത്തിവിടുമെന്ന്. ഇതിന് ഉള്ളൂർ മഹാകവി സാക്ഷിയാണ്.
ചിറയിൻകീഴിൽ നിന്ന് വന്നവരെ കടത്തിവിടുമെന്ന് പറയാം. അപ്പോൾ ഒരു സന്യാസി ശിഷ്യൻ ചോദിക്കുന്നത്, ആരാണ് ചിറയിൻകീഴിൽ നിന്ന് വന്നവര്? അപ്പൊ ഞങ്ങളാണ് എന്ന് പറഞ്ഞ ആളുകൾ മുമ്പോട്ട് വരികയാണ്. കട്ടിലിൽ മഞ്ചനായി കെട്ടിത്തൂക്കി അതിലൊരു യുവതി, 18 വയസ്സുള്ള ഒരു യുവതി, ഭാഗീരഥി എന്ന് പറയുന്ന ഒരു യുവതി വാതരോഗം പിടിച്ച് ചലനശേഷി നശിച്ച് ആ മഞ്ചലിൽ കിടക്കുകയാണ്. അവരെ ചിറകിൽ വന്നവരോട് മുമ്പോട്ട് വരാൻ പറഞ്ഞു. അവർ നടന്ന് മുമ്പോട്ട് വന്ന് ഗുരുദേവന്റെ സവിധത്തിലെത്തിയപ്പോൾ കമണ്ടലുകളിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് തളിച്ചുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞ് ഊട്ടുവരയിൽ പോയി ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ അവിടെ തളർവാദ രോഗി തളർന്ന് മൃതപ്രായമായി കിടന്ന ഭാഗീരഥി എഴുന്നേറ്റ് നടക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയെ കാണുകയാണ്. ശിരോഭാഗത്ത് നിന്ന് ഉള്ളൂർ എസ് മഹാകവി ഗുരുദേവന്റെ പാദഭാഗത്തേക്ക് വന്നുകൊണ്ട് പാദത്തിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ നിന്ന് വിചാരിച്ചാൽ അവിടുത്തെ രോഗം മാറ്റാവുന്നതല്ലേ ഉള്ളൂ. അവിടെ നിന്ന് വിചാരിക്കണം, ഞങ്ങളെ ഉപദേശിക്കാൻ, ശാസിക്കാൻ, നേർവഴി കാണിക്കാൻ ദീർഘകാലം അവിടെ നിന്ന് ഉണ്ടാകണം എന്ന് ഉള്ളൂര് പറയുമ്പോൾ മന്ദസ്മിതം പോയിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ചോദിച്ച്, ശരീരമല്ലേ അത് പോകേണ്ടതല്ലേ എന്നാണ്. ഗുരുദേവന്റെ ശരീരം പോയി എന്ന് മാത്രമേ ഉള്ളൂ. 20ാമത് SNDP യോഗത്തിന്റെ വാർഷികത്തിൽ വേദിയിലിരുന്ന ഫോട്ടോ എടുത്ത് ചിത്രമെടുത്ത് മാറോട് ചേർത്തുകൊണ്ട് പിടിച്ചുകൊണ്ട് മഹാനായ ഡോക്ടർ പറ്റ് പറഞ്ഞു, തൃപ്പാദങ്ങൾ എങ്ങും പോയിട്ടില്ല, സൂര്യചന്ദ്രന്മാരുടെ കാലത്തോളം തൃപ്പാദങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന്. ശ്രീനാരായണ ഗുരു ഒരു നിത്യസത്യമാണ്. ശ്രീനാരായണ ഗുരു എവിടെ അപ്രസന്നനാകുന്നുവോ, ശ്രീനാരായണ ഗുരു എവിടെ തമസ്കരിക്കപ്പെടുന്നുവോ, ശ്രീനാരായണ ഗുരു എവിടെ അവഗണിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം അപച്യുതിയും അപജയവും അരുതായ്മകളും ഇരുള ചാർത്തും എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് ധാരാളം ആളുകൾ വന്നു ചേരേണ്ടതാണ്. കഴിഞ്ഞ വർഷം ധാരാളം ആളുകൾ നിറഞ്ഞു കവിഞ്ഞ സദസ്സിലാണ്. രാവിലെ കൃത്യസമയത്ത് യോഗം. ഇന്ന് പദയാത്ര നടക്കേണ്ടത് ആവശ്യമാണ്, ഒരു സംശയമില്ല. പക്ഷെ ഈ ദിവസം ഒന്ന് മാറ്റിവെച്ചാൽ ഒരു ഫലമുണ്ടായില്ല. കാരണം ഈ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ സുഗന്ധ തൈലം പൂശി ഈ കേരളത്തെ കേരളമാക്കി ഈ ലോകത്തിന് മുഴുവൻ മാർഗദർശനം നൽകിയ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനത്തിൽ ആ പദയാത്രയൊന്ന് മാറ്റിവെച്ചു വന്നുകൊണ്ട് ഒരേ പരിപാടി ഉണ്ടാവില്ല. പക്ഷെ പദയാത്ര കൊണ്ട് ഞാൻ രാവിലെ 6:15 കടന്നു പോകുന്ന പദയാത്ര കൊണ്ട് നമ്മുടെ ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഞാൻ അതിലേക്കൊന്നും കിടക്കില്ല. അപ്പോ ശ്രീനാരായണ ഗുരു ഇന്ന് എവിടെ? ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനത്തിന് പോലും ശ്രീനാരായണ ഗുരു അന്യനായി മാറുകയാണ്. ശ്രീനാരായണ ഗുരു ഇല്ലാത്ത വിത്തൗട്ട് ശ്രീനാരായണ ഗുരു എന്നുള്ളതാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായാലും ഇപ്പൊ നമുക്ക് ആശയമായിട്ടുള്ളത് നമ്മുടെ ശിവഗിരിയിലെ സന്യാസിമാരാണ്. കുറെ സന്യാസിമാർ ശ്രീനാരായണ ഗുരുവിന്റെ മഹിമാതിരേകം അതിന്റെ തനിമയോടും വിശുദ്ധിയോടും ലോകത്തിന് പറഞ്ഞു മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ശ്രീനാരായണ ഗുരുവിന്റെ സമൂഹത്തിലുള്ള സ്ഥാനം മറ്റു പലർക്കുമുള്ള സ്ഥാനം തന്നെയാണ്. മറ്റു പലർക്കും എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഓരോ നേതാക്കന്മാരുടെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, ഇങ്ങനെ വന്നത്ത് പത്മനാഭൻ ഒരു നിര ഇങ്ങനെ അടിച്ചു വയ്ക്കും. അത് അവർ ഓരോരുത്തർക്കും തിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു യുവൻ, ചട്ടമ്പി സ്വാമികളുടെ നായർ, മന്നത്ത് പത്മനാഭൻ നായർ, കറുപ്പൻ, ധീവരൻ എന്നല്ലാതെ ശ്രീനാരായണ ഗുരുവിന്റെ മഹിമാതിരേകമോ സംഭാവനയോ മനസ്സിലാക്കിയിട്ട് അല്ല. അത് വോട്ടിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ശ്രീനാരായണ ഗുരു അറിയണം, ശ്രീനാരായണ ഗുരു ചർച്ച ചെയ്യപ്പെടണം. അത് ഈഴവനം എന്നുള്ള നിലയിലല്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞല്ലോ, നാം ഒരു ജാതിയിലോ മതത്തിലോ പെടുന്നില്ല എന്ന് സകലമാരപേരെയും അറിയിക്കുന്നുവെന്ന് പ്രബുദ്ധ കേരളം പത്രത്തിലൂടെ അവിടുന്ന് പരസ്യം ചെയ്തു. ഗുരുദേവൻ ഈഴവരുടെ ആളല്ല, ഗുരുദേവൻ ഹിന്ദു മതത്തിന്റെ ആളല്ല. ഗുരുദേവൻ ഈ ലോകം മുഴുവനുള്ള മനുഷ്യ രാശിയെ പ്രതിനിധാനം ചെയ്യുന്ന കിഴക്കും പടിഞ്ഞാറും ഒന്നാകണം, ലോകം ഒന്നാകണമെന്ന് വിഭാവനം ചെയ്തതാണ് ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരുവിന്റെ മഹിമാതിരേകമോ പ്രവർത്തനമൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഇതിന് പിന്നാലെ അതൊക്കെ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ ഒരു വേദനാജനകമായ സംഗതിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പരമപാവനമായ നാമധേയം നിലനിൽക്കാൻ വേണ്ടി കൊച്ചി മഹാനഗരം ഒരു കാര്യം ചെയ്തു. കലൂർ കടവന്തറ റോഡിനൊരു പേരിട്ട് ശ്രീനാരായണ ഗുരു റോഡെന്ന്. ശ്രീനാരായണ ഗുരുവിന് ആ റോഡൊന്നും ആവശ്യമില്ല. പക്ഷെ കൊച്ചി മഹാനഗരത്തിന് ഒരു എന്താ പറയുന്നത്, ആ മഹാനഗരം അതുകൊണ്ട് ആദരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരു അല്ലാതെ തന്നെ അവിടെ നിന്ന് എഴുതി 60 മുതലേറെ വരുന്ന കൃതികൾ അത് ലോക അവസാനം വരെ അത് ചർച്ച ചെയ്യപ്പെടുകയും അതിലൂടെ ഗുരുദേവൻ ജീവിക്കുകയും ഗുരുദേവൻ നിത്യനായി തീരുകയും ചെയ്തു. പക്ഷെ ആ പേരിട്ടതിന്റെ പേരിൽ കേരള ഹൈക്കോടതിയിൽ കേസ് കിട്ടുക. ആ പേരിട്ടപ്പോ വസുധി എന്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പേര്
കേരളത്തിൽ ഒരു റോഡിനിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധന്മാർ ഈ രാജ്യത്തുണ്ട് എന്നുള്ളത് ഞാൻ ഈ ഒരു ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പ്രതിനിധി എന്നുള്ളതല്ല. അപ്പൊ ബഹുമാനപ്പെട്ട കോടതി 1 മാസത്തേക്ക് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുക. നമ്മൾ ആരുടെങ്കിലും പേരിടുമ്പോൾ ഇവിടെയൊക്കെ പാലത്തിന് പേരുണ്ട്. ഇപ്പോഴേ നമ്മുടെ പാലത്തിന്റെ പേര് ജേക്കബ് ചേട്ടന്റെ പേരാ, അപ്പുറേ അലക്സാണ്ടർ തരടോ, എന്തോരം പേര്, എത്ര പേര് ഈ എറണാകുളം നഗരത്തിൽ ഈ കൊച്ചിൻ കോർപ്പറേഷന്റെ പേര് എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം പേര് കൊണ്ട് ആർക്കെങ്കിലും തോന്നിയോ? നമുക്ക് കരുണാവാൻ നബി മുത്തുരത്നമോ പരമേശ പവിത്രപുത്രനോ ക്രിസ്തുവിനെ പരമേശ പവിത്രപുത്രനെന്നും നബിതിനെ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് ചോദിച്ച ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികൾക്ക് അത്തരം പേരുകളൊക്കെ ഇടുമ്പോൾ അവർ വളരെ സന്തോഷിക്കുക. പക്ഷെ ശ്രീനാരായണ ഗുരുവിന്റെ പേര് ഒരു റോഡിനിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചോദ്യം ചെയ്ത് കേരള ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ അറിയാതിരിക്കരുത്. ശ്രീനാരായണ ഗുരുദേവ ഭക്തന്മാരെ സംബന്ധിച്ച് അറിയണം. ഗുരുദേവൻ പറഞ്ഞു, യേശുദേവനെ പോലെ പൊറുക്കണം, എതിരുകാരുടെ അറിവുകേടിൽ മാപ്പ് കൊടുക്കണം. സഹോദരനോട് പറഞ്ഞതാ. ജാതി പോകണം അയ്യപ്പ എന്ന് പറഞ്ഞപ്പോ ജാതി നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ നടന്ന് ആളുകൾ അദ്ദേഹത്തെ ആക്രമിച്ച് കീറിയ ഷർട്ടും ചോരവലിക്കുന്ന ശരീരവുമായി വന്നു നിൽക്കുമ്പോ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ, അയ്യപ്പ എതിരുകാരുടെ അറിവുകേടിൽ മാപ്പ് കൊടുക്കണം, യേശുദേവനെ പോലെ പൊറുക്കണമെന്നാണ്. നമ്മൾ മറുക്കണം, മാപ്പ് കൊടുക്കണം. പക്ഷേ യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കണം, അലസരായിരിക്കാൻ പാടില്ല. കണ്ണു തുറന്നിരിക്കണം. നമ്മുടെ തലമുറകൾക്ക് സുരക്ഷിതമായി ഇവിടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ, സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയണമെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം നിത്യപ്രസക്തമായി ഇവിടെ നിലകൊള്ളാൻ കഴിയണം. ഇന്ന് അതല്ല സാഹചര്യം. അതിന് വിരുദ്ധമായ ധാരാളം സാഹചര്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഉരുത്തിരിഞ്ഞു വരുന്നു. ഇവിടെ ദളിതർ കൊല്ലപ്പെടുന്നു, ദളിത് പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്നുള്ളത് എല്ലാം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായൊന്നും കിടക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം നിങ്ങളുടെ സ്മൃതിപഥത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീനാരായണ സേവാ സംഘത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് പ്രേമേന്ദ്ര വക്കീലാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അരനൂറ്റാണ്ട് കാലമായി ശ്രീനാരായണ സന്ദേശ പ്രചരണ രംഗത്ത് നിസ്തുലമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഈ യോഗത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് തന്നെ അദ്ദേഹത്തെ തന്നെ ക്ഷണിക്കാൻ, അദ്ദേഹത്തോട് അപേക്ഷിക്കാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തരണമെന്ന്. കേരള ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ സേവനം, അദ്ദേഹം ആ നീതിപീഠത്തിന്റെ മഹനീയത സംരക്ഷിക്കുന്ന കാര്യത്തിൽ എടുത്തിട്ടുള്ള ധീരമായ നിലപാടുകളെല്ലാം കേരളീയ സമൂഹത്തിന്റെ ആദരവിന് അദ്ദേഹത്തെ പാത്രീഭൂതരാകും. അതുപോലെ തന്നെ സംശുദ്ധമായ ഒരു ജീവിതചര്യ, അതെല്ലാം അടുത്തറിയുന്ന ആളുകളുടെ ആദരവിന് പാത്രീഭൂതരാകും. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനം പോലുള്ള ദിനത്തില് ജീവിത വിശുദ്ധിയിലൂടെയുള്ള, നീതിബോധമുള്ള, ധർമ്മബോധമുള്ള ഒരു വ്യക്തിത്വത്തെ വേണമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ എത്തിച്ചേർന്നത് അദ്ദേഹത്തിലാണ്. ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ച് അദ്ദേഹം സമയത്ത് ഇവിടെ എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് അങ്ങേയറ്റം ആഹ്ലാദവും നന്ദിയുണ്ട്. അത് അറിയിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ശ്രീ അലക്സാണ്ടർ തോമസ് അവരുടെ വിനയാപരമോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുക. ഈ സമ്മേളനത്തില് സാനു സാറ് രോഗഗ്രസ്തനായിരിക്കുക. സാറ് എഴുന്നേറ്റിട്ടില്ല. സാറായിരുന്നു മുഖ്യപ്രഭാഷകൻ. അപ്പൊ സാറ് എത്തിക്കോളാം, പതുക്കെ എത്തിക്കോളാം, എപ്പോഴെങ്കിലും വന്നുകൊള്ളാം എന്നാണ്. അദ്ദേഹത്തിന് സുഖമില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എല്ലാം ശ്രീനാരായണ സേവാ സംഘത്തിന്റെ രക്ഷാധികാരിയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം ആരോഗ്യവാനായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അദ്ദേഹത്തിന്റെ മഹിതമായ സേവനം കേരളത്തിന് ഇനിയും ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുന്നു. ഈ സമ്മേളനത്തിന് സ്വർണത്തിന്റെ സുഗന്ധം ചാർത്തുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ചടങ്ങ് ധന്യമാക്കുന്നതിന് നമുക്ക് പ്രിയങ്കരിയായ കേരളത്തിന്റെ സാഹിത്യ ലോകത്തിൽ ഇതിനകം ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞിട്ടുള്ള ശ്രീകുമാരി രാമചന്ദ്രൻ അവർ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. വായനാശീലമുള്ള എല്ലാവർക്കും, നിങ്ങൾക്ക് ഏവർക്കും പരിചിതമാണ്. നമ്മുടെ സഹോദരൻ മാസികയിലും എല്ലാം എഴുതിയ കഥയും എല്ലാം നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് എന്ന് എനിക്കറിയാം. കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഈ സമ്മേളനത്തിൽ
ഇത് ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ്റെ സാന്നിധ്യം വളരെയേറെ നമുക്ക് പ്രയോജനപ്രദമാണ്. ഇതിൻ്റെ മാറ്റുകൂട്ടുന്നതാണ്. എല്ലാ ആദരവോടുകൂടി ഈ സമ്മേളനത്തേക്ക് ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ അവരുടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന് എന്ന് പറയുന്നത് ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ ശക്തമായ ലക്ഷ്യബോധവും ദിശാബോധവുമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ മഹിമാതിരകം മനസ്സിലാക്കിക്കൊണ്ട് 1000 കുതിരശക്തിയോടെ കുതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന യുവജന വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് ആണ് ശ്രീ TS അംജിത്ത് ആണ് ഈ സമ്മേളനത്തിൽ കൃതജ്ഞത രേഖപ്പെടുന്നത്. കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ മുതിരുന്നില്ല. അദ്ദേഹത്തെ ശ്രീ അംജിത്തിനെ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഇവിടെ ഒത്തിരി മഹത്തുക്കളുണ്ട്. ഞാൻ വിസ്താരമായിട്ട് പേരെടുത്ത് പറയുന്നില്ല. ഒത്തിരി പേരുണ്ട്. നന്ദി മനസ്സിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നു. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ആ മഹൽ വ്യക്തിത്വങ്ങളെയും അതുപോലെ തന്നെ ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ ബോർഡംഗങ്ങൾ, അത് യുവജന വിഭാഗം, വനിതാ വിഭാഗം, ഭാരവാഹികൾ, അതുപോലെ തന്നെ ശ്രീനാരായണ കുടുംബത്തിലെ പ്രിയ സഹോദരന്മാരെ എല്ലാ പേരെയും ഈ യോഗത്തിലേക്ക് ഞാൻ നമ്രശിരസ്കനായി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. സമാരാധ്യനായ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ അലക്സാണ്ടർ തോമസ്, ഇവിടെ പ്രസംഗിക്കുന്നതിനായി നമ്മൾ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത സാഹിത്യകാരി ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ, സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ P.P. രാജൻ, രത്ന പ്രകാശിപ്പിക്കുന്ന ശ്രീ TS അംജിത്ത്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീനാരായണ കുടുംബത്തിലെ സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ശ്രീനാരായണ ഗുരുദേവന്റെ 95ാമത് സമാധി ദിന ആചരണത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ പേരിൽ ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു. ഇന്ന് കേരളത്തിൽ എന്നല്ല ലോകമെമ്പാടും ശ്രീനാരായണീയരുള്ളിടത്തെല്ലാം മഹാഗുരുവിൻ്റെ സമാധി ദിനം ആചരിക്കപ്പെടുകയാണ്. ഇതൊരു പതിവ് കാഴ്ചയായിട്ടാണ് പലരും ആചരിക്കപ്പെടുന്നത്. പക്ഷേ ഈ ദിനത്തിന് സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച രീതിയിൽ വലിയ പ്രാധാന്യമുള്ളൊരു ദിനമാണ്. ജാതിയുടെയും അതുപോലെ തന്നെ ഇവിടെ നിലനിന്നു വന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുടെയും ഫലമായി എല്ലാ തലങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാണവായു സമ്മാനിച്ചുകൊണ്ട് അവരെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ ആ പ്രയത്നം ഓർമ്മിക്കപ്പെടേണ്ടുന്ന ഒരു ദിനവും, അതോടൊപ്പം തന്നെ ആ മഹാപുരുഷൻ നമുക്ക് നൽകിയ ഉപദേശങ്ങളും ദർശനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു ആത്മപരിശോധന നടത്തേണ്ടുന്ന ഒരു ദിവസം കൂടിയായിട്ടാണ് ഈ ആചരണത്തെ കാണേണ്ടത്. ശ്രീനാരായണ ഗുരുദേവൻ ചെമ്പഴന്തിയിൽ പൂജാതനായി. അദ്ദേഹം തപസ്സനുഷ്ഠിച്ചു, മരുത്വാമലയിൽ തപസ്സനുഷ്ഠിച്ചു. അദ്ദേഹം കേരളത്തിൻ്റെ പൊതുരംഗത്ത് പ്രവർത്തനം അറിയിച്ചുകൊണ്ട് വരുന്നത് 1888 അരിയൂപ്പുറം പ്രതിഷ്ഠയോടുകൂടിയാണ്. ആ പ്രതിഷ്ഠ ഈ രാജ്യത്ത് നിലനിന്ന ബ്രാഹ്മണാധിപത്യത്തിൻ്റെ വേരറുക്കുന്ന ഒരു പ്രക്രിയയാണ് ചെയ്തത്. ബിംബപ്രതിഷ്ഠ മാമൂൽ ഇവിടെ ബ്രാഹ്മണർക്ക് മാത്രം വിധിക്കപ്പെട്ടതായിരുന്നു. അത് അവർണനായ ഒരു വ്യക്തി ചെയ്തു എന്നുള്ളത് ഒരു വലിയ കുറ്റമായിട്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ത്യയിലെ പല വിഭാഗങ്ങളും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഗുരുവിൻ്റെ ആ പ്രവൃത്തി ആർക്കും എതിർക്കാനാവാത്ത വിധത്തിൽ, ആരെയും വേദനിപ്പിക്കാതെ, എന്നാൽ എല്ലാത്തിനെയും എതിർത്തുകൊണ്ട് നടത്തിയ
ഒരു വലിയ സംഭവമായിരുന്നു. ആ സംഭവമാണ് പിന്നീട് ഈ കേരളത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടുന്ന ചാലകശക്തിയായി പ്രവർത്തിച്ചത്. 1888 ശേഷം 40 വർഷക്കാലം ശ്രീനാരായണ ഗുരുദേവൻ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നാം ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ഉപദേശങ്ങളും ദർശനങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ജീവിച്ച് കാണിച്ചു തന്നു. അദ്ദേഹത്തെ പലതരത്തിലാണ് ആളുകൾ വിലയിരുത്തുന്നത്. പുരാണങ്ങളിൽ വിശ്വസിക്കുന്നവർ അദ്ദേഹത്തെ കാണുന്നത് ഒരു അവതാരമായിട്ടാണ്. അതുപോലെ തന്നെ വിദ്വാൻമാർ അദ്ദേഹത്തെ കാണുന്നത് ഒരു വലിയ വേദപണ്ഡിതനായിട്ടാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിശ്വസമുദായത്തിൽപ്പെട്ടവർ അദ്ദേഹത്തെ കാണുന്നത് കുലഗുരുവായും കുലദൈവമായിട്ടാണ്. ഇതര സമുദായത്തിൽപ്പെട്ടവർ അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തെ പരിപൂർണമായ വിശുദ്ധമായ ജീവിതം നയിച്ച് സമൂഹത്തിന് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകിയ ഒരു മഹാവ്യക്തിത്വമായിട്ടും കാണുന്നു. അങ്ങനെ പലതരത്തിൽ. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തെ കാണുന്നത് വിപ്ലവകാരിയായിട്ടുള്ള, ഇവിടെ കേരളത്തിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരു വിപ്ലവകാരിയായിട്ടാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പല തലങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നു, മനസ്സിലാക്കുന്നു. അതിനെ ഒന്നും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ശ്രീനാരായണീയരെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ അനുയായികളെന്ന് അഭിമാനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഈ ദിവസം നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നാം ഗുരു കാണിച്ച പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്ന്. അദ്ദേഹം അരുത് 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ് മദ്യത്തെക്കുറിച്ച്. മദ്യം ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്. അതുപോലെ തന്നെ അദ്ദേഹം ജാതിയെക്കുറിച്ച് പറഞ്ഞു. ജാതി പറയരുത്, ചോദിക്കരുത് എന്നെല്ലാം 3 പ്രാവശ്യം പറഞ്ഞു. ചിന്തിക്കരുത്. പക്ഷേ ഇന്ന് ഇത് രണ്ടും ഈ കേരളത്തിൻ്റെ മണ്ണിൽ കൊടികുത്തി വാഴുകയാണ്. ഭാരതത്തിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരും അനുയായികളും ഉണ്ടായിരുന്ന ഒരു മഹത് സന്യാസിയാണ് അദ്ദേഹം. അദ്ദേഹം ഇതര സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. മറ്റ് സന്യാസിമാരെല്ലാം തപസ്സനുഷ്ഠിക്കുകയും തപശ്ചര്യയിൽ നിന്ന് കിട്ടുന്ന ശക്തി ഉപയോഗിച്ച് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന് കിട്ടിയ തപശക്തി, അദ്ദേഹം ആർജിച്ച വിജ്ഞാനം എല്ലാം പൊതുവേദിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജീവിച്ച ഒരു മഹാനുഭാവൻ നൽകിയ ഉപദേശങ്ങൾ അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ദിനമാണിന്ന്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഗുരുവിൻ്റെ ദർശനങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നു. ഈ 2 കാര്യം ഇന്ന് കേരളത്തെയും ഭാരതത്തെയും മതിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യം, സഹോദരൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രമുഖനായ ഗൃഹസ്ഥ ശിഷ്യൻ TK മാധവൻ മധുവർജന പ്രസ്ഥാനവുമായി കേരളത്തിലെമ്പാടും സഞ്ചരിച്ച് ഏറ്റവും വലിയ പ്രവർത്തനം നടത്തിയൊരു വ്യക്തിയാണ്. അദ്ദേഹം SNDP യോഗത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തോടെ അദ്ദേഹം തുടങ്ങിവെച്ച ആ മധുവർജന പ്രസ്ഥാനവും SNDP യോഗത്തിൽ അവസാനിച്ചു. ഈ കേരളത്തിൻ്റെ മണ്ണിൽ അവസാനിച്ചു. ഇന്ന് പലയിടങ്ങളിലും മധുവർജന പ്രസ്ഥാനങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നൊരു വലിയ വിപത്തായി മാറിയിരിക്കുന്നു. ഓരോ ദിവസവും പത്രമെടുക്കുമ്പോൾ അതിൽ കുഞ്ഞു കുട്ടികൾ, 16 വയസ്സും 13 വയസ്സുമുള്ള കുട്ടികൾ ഈ മദ്യത്തിന് ഇരയാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് ഇത് സാധിക്കുന്നു? അതിന് പരിഹാരം കാണാൻ നമുക്ക് ഏറ്റവും വലിയ ഒരു ആവശ്യമായി തീർന്നിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം ശ്രീനാരായണീയരിൽ നിന്നും ഇവിടുത്തെ മറ്റ് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ നിന്നും അല്ലാത്ത ജനങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരുന്നാൽ ഈ രാജ്യം അപകടത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മദ്യത്തിൻ്റെ ദൂഷിത വശങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഇന്ന് ഏതൊരു കുടുംബം എടുത്താലും ആ കുടുംബത്തിൽ മദ്യപിക്കാത്ത ആളുകളില്ല, വളരെ വിരളമാണ് ഉള്ളത്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾ പുതിയ രാസ മധുവിനെല്ലാം പാത്രീഭൂതരായ അതിനെല്ലാം വശംബദരായി
ഈ സമൂഹത്തിൽ നിന്ന് നശിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ജാതിയെ സംബന്ധിച്ച് ജാതി ഇന്ന് തെരുവിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും മനുഷ്യ മനസ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജാതി ചിന്തിക്കാത്തത് വളരെ വിരളമാണ്. കുറേ, ഞാൻ എല്ലാവരും ആ രീതിയിലാണെന്ന് പറയുന്നില്ല. ജാതി ഇന്ന് വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നാം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഗുരുവിൻ്റെ ദർശനം കൊണ്ട് മാത്രമേ ഇതിന് പരിഹാരം കാണാൻ സാധിക്കൂ. ലോകമെമ്പാടും ഇന്നുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും ജാതിയും മതവും മതവിദ്വേഷവും ജാതി വിദ്വേഷവും ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് ദൂരീകരിക്കണമെങ്കിൽ മനുഷ്യ മനസ്സിൽ ശ്രീനാരായണ ദർശനങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അദ്ദേഹം 62 കൃതികളിലൂടെ നമുക്കത് പകർന്നു തന്നിട്ടുണ്ട്. അത് വേണ്ട വിധത്തിൽ എല്ലായിടത്തും എത്തിച്ചുകൊണ്ട് അത് മനുഷ്യ മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനോട് ആഭിമുഖ്യം ഉണ്ടാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് പ്രതിവിധി ഉണ്ടാക്കാൻ സാധിക്കൂ. അല്ലാത്തിടത്തോളം നാം വീണ്ടും പഴയ രീതിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലയിടങ്ങളിലും കാണുന്ന ഇന്നത്തെ പ്രവൃത്തി അതിനു വേണ്ടുന്ന നാന്ദി കുറിക്കലായി നാം സന്ദേഹിച്ചാൽ അതിനെ ആർക്കും കുറ്റം പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നാം ഇപ്പോൾ ജീവിക്കുന്നത് വളരെ ആശങ്കാകുലമായ ഒരു കാലഘട്ടത്തിലാണ്. ആ ആശങ്ക അകറ്റാൻ ഏറ്റവും മറുമരുന്നായിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ മാത്രമാണ്. അത് ജാതി ചോദിക്കരുത് എന്ന് പറയുന്നാലും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ഗുരുദേവന്റെ ആ വാക്ക് ഏറ്റവും പ്രസക്തമായിട്ടുള്ളതാണ്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച ആ മഹാനുഭാവന്റെ 95ാം സമാധി ദിനം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത്, നാം നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെയെങ്കിലും അതിന് അനുസൃതമായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും അതിനു വേണ്ടുന്ന രീതിയിൽ ആ പാകപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ സമൂഹം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ കുടുംബവും ശ്രമിച്ചാൽ ഇവിടെ ഒരു നല്ല നാളെ നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ എൻ്റെ ചെറിയ ഉപക്രമ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ജസ്റ്റിസ് ശ്രീ അലക്സാണ്ടർ തോമസ് അവരുടെ വിനയ പുരസ്സരം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ അധ്യക്ഷനായ ബഹുമാനായ അഡ്വക്കേറ്റ് എം.ഡി. പൈലജേന്ദ്രൻ, ഇന്ന് മുഖ്യ പ്രഭാഷണത്തിനായി നമ്മളെല്ലാം നിങ്ങളുടെ ക്ഷണിത വയസ്സിലുള്ള
ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ, സേവാസംഘം സെക്രട്ടറി, സേവാസംഘത്തിലെ ഔദ്യോഗിക ഭാരവാഹികളെ, വേദിയിലും സദസ്സിലിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നൂറ്റാണ്ടോ അല്ലെങ്കിൽ 100 വർഷം കൂടുന്ന ഒരു കാലഘട്ടം ചരിത്രത്തിൽ വലിയൊരു കാലഘട്ടമല്ല, എന്നിരുന്നാലും തീരെ ചെറിയൊരു കാലഘട്ടവുമല്ല. ശ്രീനാരായണ ഗുരു സമാധിയായിട്ട് 928 സെപ്റ്റംബർ മാസത്തിലെ സമാധിക്ക് ശേഷം ഏകദേശം 94 വർഷം കൃത്യമായി തികഞ്ഞ് 95ാമത്തെ സമാധി ദിനത്തിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. മിക്കവാറും എല്ലാ ദിവസവും ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ന്യായാധിപൻ എന്നുള്ള നിലയിൽ പീഠത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈയിടെയായി കോടതി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിവതും പീഠങ്ങളിൽ പോയി ഇരിക്കുന്നതെന്നാണ് എന്റെ വ്യക്തിഗതമായ തീരുമാനം. അതെല്ലാം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതാണ് ഉചിതം. കാര്യം അതിനുവേണ്ടി കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പല ആൾക്കാരും ഉണ്ടല്ലോ. എന്നിരുന്നാലും സേവാസംഘത്തിലെ പ്രസിഡന്റ് ശ്രീ ND പ്രേമചന്ദ്രനും മറ്റുള്ള ആൾക്കാരും ഈ ക്ഷണം എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഒരു രണ്ടാമതൊന്നും തന്നെ ചിന്തിക്കാതെ ഇത് ഏറ്റെടുത്തു. ഗുരുദേവനെ കുറിച്ച് 5, 6, 7 വേദികളിൽ ഞാൻ കഴിഞ്ഞ 8-9 വർഷങ്ങളായി വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട്. നാരായണ ഗുരുവിനെ കുറിച്ച് എന്റെ എളിയ അറിവിലുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് വേറൊരു രീതി എടുക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മതങ്ങളും സമുദായങ്ങളും രാജ്യങ്ങളും ദേശങ്ങളും ഒക്കെ തമ്മിലുള്ള അകൽച്ച വളരെയധികം കൂടുന്നു. ഈ കാലഘട്ടത്തിൽ മതാന്തര സംഭാഷണങ്ങൾക്കും ഇന്റർ സ്പിരിച്വാലിറ്റി കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മതാന്തര സംഭാഷണത്തിന്റെ ഒരു ചെറിയ എളിയ പരിശ്രമം ഞാൻ നടത്തിക്കൊള്ളുന്നുണ്ട്. അതിനായി യേശുദേവൻ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളായി പങ്കിടുവാനും നാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട ഒരു കവിതയിൽ അത് എങ്ങനെ അത് സമീപിച്ച് ഞാൻ കാണുന്നു എന്നത് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ അവസാനിപ്പിക്കാം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഞാൻ യാദൃശ്യമായി അറിഞ്ഞതാണ്. ഒന്നാമത്തെ സുവിശേഷൻ എഴുതിയിരിക്കുന്നത് വിശുദ്ധ സെന്റ് മാത്യു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ഇന്നത്തെ ദിവസം സെന്റ് മാത്യൂസ് ഡേ കൂടിയാണ്. യേശുദേവൻ അദ്ദേഹത്തെ ശിഷ്യനായി തെരഞ്ഞെടുത്ത ദിവസമാണ്. അത് ഞാൻ യാദൃശ്ചികമായി മാത്രം ഇത് കാണിക്കുന്നതാണ്. ഒന്നാമത്തെ ഈ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ 22-ലും 23-ലും യേശുദേവൻ പറയുന്ന കുറച്ച് വാക്കുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ടുണ്ട്. അതിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിൽ മാത്രം പ്രാധാന്യം കൊടുക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾക്ക് ആദ്യത്തെ ഈ 2 വാക്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അത് ക്ഷണിച്ചുകൊള്ളട്ടെ. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഈ അവസാനത്തെ ഭാഗത്തേക്ക് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആകർഷിക്കുന്നത്. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഇത് പല തവണ ഞാൻ വായിച്ചിട്ട് വലിയൊരു പ്രഹേളിയോ സമസ്യയായിട്ട് തോന്നിയിട്ടുണ്ട്. നിന്നിലുള്ള വെളിച്ചം എങ്ങനെയാണ് ഇരുട്ടാകുന്നത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ വെളിച്ചം തീരുന്നു, അതിനുശേഷം ഇരുട്ട് വരുന്നു. വെളിച്ചം തന്നെ ഇരുട്ടായി മാറുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഈശ്വരൻ പറയുന്നത്. ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിലും സമൂഹത്തിലും നമുക്കെല്ലാം ധാരാളം ഗുരുക്കന്മാരുണ്ട്. ഈ മഹാഗുരുക്കന്മാരിൽ നമുക്ക് ധാരാളം വിളക്കുകൾ തന്നിട്ടുണ്ട്.
ഈ വിളക്കുകളെല്ലാം കത്തിച്ച് നമ്മുടെ ഭവനങ്ങളിൽ പുറത്തു വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം പുറത്ത് നമ്മൾ ഈശ്വരന്റെ വിളക്ക്, ബുദ്ധദേവന്റെ വിളക്ക്, മഹാവീരന്റെ വിളക്ക്, നാരായണഗുരുവിന്റെ വിളക്ക്, ഈ വിളക്കുകളെല്ലാം നമ്മൾ കത്തിച്ച് പുറത്തു വെക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഉള്ളിലെ വെളിച്ചം എവിടെയെന്നൊന്ന് ആലോചിക്കുന്നതാണ്. ഞാൻ കേട്ടൊരു കഥയാണിത്. ഇതൊരു അനക്ഡോട്ടൽ സ്റ്റോറി ആയിട്ട് എടുത്താൽ മതി. പ്രൊഫസർ അയ്യപ്പ പണിക്കരെ കുറിച്ച് ആണ് ഇത് കേട്ടത്. കഥ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സംതൃപ്തിയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു അനക്ഡോട്ടൽ സ്റ്റോറി മാത്രമായിരിക്കും. അങ്ങനെ എടുത്താൽ മതി. ഇതിലെ കഥാപാത്രമാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. മാഷിനെ കാണുവാൻ ഒരു ദിവസം വൈകുന്നേരം 7 മണിക്ക് 6:45 മണിക്ക് സമയത്ത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തുള്ള കുറച്ച് ആൾക്കാർ ഒരു സാംസ്കാരിക പരിപാടിക്ക് വിളിക്കാനായി പോകുന്നു. ചുറ്റുപാടും ഇരുട്ട്, കറണ്ടേ ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, കൂരിരുട്ട്. വളരെയധികം പാടുപെട്ടിട്ട് വീടിന്റെ മുൻഭാഗം മുട്ടിയപ്പോൾ കുറച്ച് കഴിഞ്ഞ ശേഷം മാഷി വരുന്നു. ഇരുട്ടത്താണ് മാഷി ഇരിക്കുന്നത്. വന്ന ആൾക്കാർ മാഷി പുറത്തെങ്കിലും ഒരു വെളിച്ചം, ഒരു വിളക്ക് വെച്ചാൽ നല്ലൊരു കാര്യമായിരുന്നെന്ന് പറയുന്നു. മാഷ് അവിടെ ഇരിക്കാൻ പറയുന്നു. മാഷ് പറയുന്നു, അകത്തെല്ലാം ഇരുട്ടാണ്, പിന്നീട് പുറത്തൊരു വിളക്ക് വെച്ചിട്ട് എന്താണ് കാര്യം? ഇന്ന് നമ്മുടെ അവസ്ഥ ഇതല്ലേ? നമുക്കെല്ലാം നമ്മുടെ മഹാകൃത്യന്മാരുടെ വിളക്കുകളും വെളിച്ചങ്ങളും ധാരാളമുണ്ട്. അവരുടെ ജീവിതം നമുക്കായി യാഗമായി അർപ്പിച്ച് വിളക്കുകളും സമ്മാനിച്ചു പോയി. വിളക്ക് കത്തുന്നുമുണ്ട് പുറത്ത്. അതിനെല്ലാം ബ്രാൻഡ് നെയിമുമുണ്ട്. അകത്തുള്ള വെളിച്ചം എവിടെയാണ്? മാഷ് പറയുന്നത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള കാര്യമാണ് മാഷോട് പറയുന്നത്. അകത്തെല്ലാം ഇരുട്ടാണെങ്കിൽ പുറത്ത് വെളിച്ചം വെച്ചിട്ട് എന്താണ് കാര്യം? നമ്മുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോഴും വ്യക്തി എന്നുള്ള നിലയിലും, സമുദായം എന്നുള്ള നിലയിലും, അല്ലെങ്കിൽ രാഷ്ട്രം എന്നുള്ള നിലയിലും, ദേശം എന്നുള്ള നിലയിലും മറ്റുള്ളവരെയാണ് എപ്പോഴും അന്ധകാരത്തിന്റെ സൂഴ്സായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വചനം ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ അന്ധകാരത്തെ നമ്മൾ മനസ്സിലാക്കാനുള്ള യത്നം തന്നെയാണ് നടത്തുന്നത്. ഇന്ത്യൻ ആത്മീയ ദർശനത്തിൽ സത്വിക്, രജസ്, പിന്നീട് അവസാനം തമസ്, ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് പോകുന്നു. സത്വിക് എനർജിയിൽ നിന്ന് രജസിലേക്ക് പോകുന്നു, അത് അവസാനം തമസിൽ അവസാനിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനായി ഭൗതിക ശാസ്ത്രത്തിലെയും അതിഭൗതിക ശാസ്ത്രത്തിലെയും, അതായത് ഫിസിക്സിലെയും മെറ്റാഫിസിക്സിലെയും 2 ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിലൂടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പിയെ കുറിച്ചാണ് പറയുന്നത്. ആസ് യു മൂവ് ഫോർവേഡ് ഇൻ ടൈം, ദി ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓർ എൻട്രോപ്പി വിൽ ബി ഗ്രേറ്റർ ഇൻ എനി ക്ലോസ് സിസ്റ്റം. നിങ്ങൾ സമയത്തിൽ മുന്നോട്ട് പോകുന്നിടത്തോളം കാലം ഏത് സിസ്റ്റത്തിലും ഡിസോർഡർ അല്ലെ എൻട്രോപ്പി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ക്ലാസിക്കൽ ഫിസിക്സിലെ ഒരു അടിസ്ഥാന തത്വമാണ്. സൂക്ഷ്മതലത്തിലുള്ള ഭൗതിക ശാസ്ത്രത്തിൽ, അതായത് ക്വാണ്ടം ഫിസിക്സിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ഭൗതിക ശാസ്ത്രജ്ഞർക്ക് നമ്മളുടെ മാറ്ററൽ എനർജിയെ കുറിച്ച് തന്നെ ഒരു ബേസിക് കോൺസെപ്റ്റിൽ ഇതുവരെയും വ്യക്തമായ ഒരു അറിവ് നേടിയിട്ടില്ല. ഡാർക്ക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഉള്ള പ്രപഞ്ചത്തിന്റെ മൊത്തം എനർജിയുടെ 70%-ലധികം, 68 മുതൽ 70% വരെയുള്ള എനർജി ക്വാണ്ടിറ്റേറ്റീവ്ലി ഡാർക്ക് എനർജിയാണ്. ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളാണ്. അതിന്റെ വിശദാംശങ്ങളിൽ നമുക്ക് കിടക്കേണ്ട ആവശ്യമില്ല. ഇത് എന്താണെന്ന് പോലും ഇന്ന് കൃത്യമായി ഭൗതിക ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളിൽ മാത്രമാണ് നടക്കുന്നത്. ഇതുപോലെ തന്നെ മാറ്ററിന്റെ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ 80% വരെ ഡാർക്ക് മാറ്ററാണ്. ഈ ക്ലാസിക്കൽ ഫിസിക്സിന്റെയും ഈ ക്വാണ്ടം ഫിസിക്സിന്റെയും ഈ ഭൗതിക ശാസ്ത്രത്തിന്റെ ഈ തലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതും മെറ്റാഫിസിക്സും അതിഭൗതിക ശാസ്ത്രവും തമ്മിൽ ചെറിയ ഒരു അനോളജിക്കൽ ബന്ധമെങ്കിലും കാണാൻ ഒരു ശ്രമം ഞാൻ നടത്തുന്നു. ഞാനൊരു സാഹസം മാത്രം നടത്തുകയാണ്. ഭൗതിക ശാസ്ത്രത്തിൽ ഭൗതികതയിൽ ഇതാണ് നിലപാടെങ്കിൽ തീർച്ചയായും മെറ്റഫിസിക്കൽ ലെവലിലും ആത്മീയ തലത്തിലും അല്ലെങ്കിൽ പരമാത്മീയ തലത്തിലും ഈ ഒരു ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും നമ്മളിലെല്ലാം ഉണ്ട്. ഈ ഇരുട്ടല്ലേ നമ്മൾ നേരത്തെ കേട്ടത്
നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്? ഡോക്ടർ റാം മനോഹറിലൊക്കെയാണ് ഇതൊന്ന് പറഞ്ഞത്. പാശ്ചാത്യ ഭാഷകളിലൊന്നും തന്നെ ത്യാഗി എന്നുള്ളൊരു വാക്കിന് അനുചിതമായ ഒരു വാക്ക് അവരുടെ ഭാഷകളിലില്ല. ഇത് ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ഇന്ത്യൻ ആത്മീയ ദർശനത്തിൽ നിന്ന് മാത്രം ഉയർന്നു വന്ന ഒരു നാമധേയമാണ്. ത്യാഗി, ത്യാഗം, ത്യാഗി. അതിന്റെ വിപരീത പദമായി നമുക്ക് എടുക്കാവുന്നത് ഭോഗി എന്നുള്ളതാണ്. ഭോഗി എന്ന് പറയുമ്പോൾ വളരെ കാർണൽ ഡിസയർ എന്നുള്ള വളരെ നാരോ ആയിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് മാത്രം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ലോകവ്യവസ്ഥയിൽ 90-കൾക്ക് ശേഷം IMF-ഉം വേൾഡ് ബാങ്കും ഒക്കെ നമുക്ക് തന്നേക്കുന്ന അതിവിരുദ്ധമായ ഗ്ലോബൽ പദ്ധതികളിൽ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ശേഷം ഈ 3 നദികൾ ഒഴുകിത്തീരുന്ന ത്രിവേണി സംഗമത്തിന്റെ പുത്രനോ പുത്രിയായി ജനിച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഉപഭോഗം, കൺസ്യൂമറിസം. ഈ ഉപഭോഗം എന്ന് പറയുന്ന വാക്ക് തന്നെ ഇന്ത്യൻ ഭാഷയിൽ ഭോഗം എന്ന പദത്തിൽ നിന്നുള്ളതാണ്. വളരെ മാന്യമായി ഉള്ള നമ്മുടെ ഇക്കണോമിക് ഡിസ്കോഴ്സിൽ തന്നെയുള്ള ഒരു പുതിയ ഒരു ഒബ്ജക്റ്റീവും ഗോളും തന്നെയാണ് ഉപഭോഗം, കൺസ്യൂമറിസം. ലോകക്രമം അങ്ങനെ തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഉപയോഗമാകാം. ഇന്ന് നമുക്കിപ്പം വിശക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് തീർച്ചയായും ഭക്ഷണത്തെ നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. വിശക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് കഴിക്കുന്നത് ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഉപഭോഗമാകും. അതിനപ്പുറം പിന്നെ അത് ഭോഗമാകും, അല്ലെങ്കിൽ ഭോഗ്യ. ഏറ്റവും അപകടകരമായ ഭോഗം ഞാൻ കാണുന്നത് അധികാരത്തിന്റെ ഭോഗവും സമ്പത്തിന്റെ ഭോഗവുമാണ്. അതാണ് ഇന്ന് നടക്കുന്നത്. ഇതിന് ഒരു പ്രതിവിധിയായി പരമാത്മീയ തലത്തിൽ എന്താണ് കാണുന്നത്? ഗുരുദേവന്റെയും യേശുദേവന്റെയും ഒക്കെ കാഴ്ചപ്പാടിൽ നിന്ന് എന്റെ ചെറിയൊരു എളിയ പക്ഷത്തു നിന്ന് ഞാൻ ചിന്തിക്കുന്നത്, ഇതിന് ആകെയുള്ളൊരു മറുപടി ത്യാഗം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള യാഗമാണ്. ത്യാഗവും യാഗവും ഇല്ലാതെ ഈ പ്രപഞ്ചത്തിലോ കോസ്മോസിലോ ഒന്നിനും തന്നെ നിൽക്കില്ല. ഈ യാഗത്തിന്റെ ഒരു കാലഘട്ടം, ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും യാഗം വേറെ അർത്ഥത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സംഭവമായി മാത്രം ഞാൻ കൂട്ടിച്ചേർക്കുന്നു. സെന്റ് മാത്യുവിനെ ആദ്യമായി യേശു കാണുമ്പോൾ ചുങ്കക്കാരനാണ്. യഹൂദ സമൂഹം മൊത്തം തകർക്കപ്പെടുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ സർക്കാരിന്റെ നിയോഗിയായ ചുങ്കക്കാരനായാണ് ജോലിയെടുക്കുന്നത്. നമ്മുടെ യഹൂദ സമൂഹം മൊത്തം വെറുക്കുന്ന ഒരു വർഗമാണ് ചുങ്കക്കാരൻ. അദ്ദേഹത്തെ ശിഷ്യനായി നിയോഗിക്കുമ്പോൾ യഹൂദ സമൂഹം മൊത്തം ക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും വളരെയധികം വിമർശിക്കുന്നു. ഇത്രയും പാപികളും ചുങ്കക്കാരുമായ ആൾക്കാരുമായിട്ടാണ് ഇദ്ദേഹം നടക്കുന്നത്. അതിന് മറുപടിയായി യേശുദേവൻ പറയുന്നുണ്ട്, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. ഈ യുഗത്തിൽ നമുക്ക് ഏറ്റവും വലിയ യാഗമായിട്ടുള്ളത് കരുണയാണ്. ഈ കരുണ വീണ്ടും ബുദ്ധദേവന്റെയും നാരായണഗുരുവിന്റെയും ഒക്കെ തന്നെ ആ മഹാകരുണയുടെയും ആ മഹാ അനുകമ്പയുടെയും നദിയിലേക്കാണ് നമ്മൾ ഒഴുകി ചെല്ലേണ്ടത്. ഈ യാഗാഗ്നിയെക്കുറിച്ച് നാരായണഗുരു എഴുതിയിരിക്കുന്ന ഒരു മെറ്റഫിസിക്കൽ പോയിന്റ്, ഇത് ഇംഗ്ലീഷിൽ വളരെ നല്ലൊരു പുസ്തകമായി ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹാപ്പർ കോളൻസിന്റെ ആണ്. ക്രൈ ഇൻ ദ വിൽഡർനെസ്, വർക്ക്സ് ഓഫ് നാരായണ ഗുരു, ട്രാൻസ്ലേറ്റഡ് ബൈ വിനയ ചൈതന്യ. ഇതിന്റെ 241-ാമത്തെ പേജിൽ ഫയർ സെറമണി, ഹോമ മന്ത്രത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയ കവിതയുടെ ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്. അതിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ വായിച്ചുകൊണ്ടുണ്ട്. ഫയർ സെറമണി, ഹോമ മന്ത്രം. This mantra, written in 1924 in classical Sanskrit, was composed by the Guru when Swami Shraddhananda of the Arya Samajam visited his ashram and requested permission to conduct a fire ceremony there. It is said that an elaborate list of ingredients required was prepared, and the Guru penned this mantra for the occasion, simplifying the ritual as well as revaluing it in terms of Brahma Vidya instead of the Vedic ritual.
Here, the fire is not worshipped as a deity, but the brightness of the fire is symbolically understood as representing the absolute of the self. That ഈ അഗ്നിയെ, ഈ യാഗാഗ്നിയെ ഈശ്വരശക്തിയായിട്ടോ ദൈവമായിട്ടോ ആരാധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് this is part of the absolute or the self, the deepest ground of our being. ഞാൻ വായിച്ചുകൊള്ളട്ടെ. O fire, that brightness in you, it belongs to the absolute. Therefore, that you are the absolute becomes visible. The sense organs, mind and intelligence are your 7 tongues. Into you I offer all sense objects. As the ego, I offer this ghee. Be pleased with us, grant us blessings with spiritual and worldly. Om, peace, peace, peace. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളത്, എങ്ങനെ നമ്മളെ വേർതിരിക്കുന്ന മതിലുകൾക്ക് അപ്പുറം നമ്മളെങ്ങനെ ജീവിക്കാൻ പറ്റും. ശ്രീനാരായണ ഗുരു നമുക്ക് തന്നേക്കുന്ന ഈ വിളക്കും ഈ വെളിച്ചവും നമ്മുടെ ഉള്ളിൽ എങ്ങനെ ആക്കാൻ പറ്റും. റോഡുകളുടെ പേരുകൾ വരികയോ വരാതെ ഇരിക്കട്ടെ, ആ മാർഗത്തിൽ കൂടി നമുക്ക് നടക്കാം. നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ചലഞ്ച് ഈ വെളിച്ചത്തിൽ, നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചത്തിൽ ഈ മാർഗത്തിൽ കൂടി നടക്കുക എന്നുള്ളതാണ്. ഇതിന് സേവാസംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തീർച്ചയായും ഊർജിതമായി നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു എളിയ നിർദ്ദേശം, ഇന്റർ റിലീജിയസ് ഡയലോഗ്, ഇന്റർ ഫെയ്ത്ത് ഡയലോഗ്, ഇതിനൊക്കെ തീർച്ചയായും സേവാസംഘം ചെറിയ എളിയ ശ്രമങ്ങൾ നടത്തണം. നമുക്ക് വളരെയധികം ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഈ ഇത്രയും അധികം സോഷ്യൽ മീഡിയ എക്സ്പോഷനും ഇൻഫർമേഷൻ എക്സ്പോഷനും നടക്കുന്ന സമയത്ത്, ലോകം മൊത്തം ഒന്നായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുപോലെ അകൽച്ചയും കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ മതിലുകൾക്കപ്പുറം, മതിലുകൾ അവിടെ ഇരിക്കട്ടെ, മതിലുകൾക്കപ്പുറം നമുക്ക് ചിന്തിക്കണം, ജീവിക്കണം. ഇതിനായി നമുക്ക് ഇന്നത്തെ സമാധാന ദിനത്തിൽ നമ്മളെ തന്നെ ഗുരുവിന്റെ അനുഗ്രഹങ്ങൾക്കായി അർപ്പിക്കാം. ഇതിനായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ആശംസകളോടും കൂടി എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ജസ്റ്റിസിന് നമ്മേവരുടെയും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത പ്രഭാഷണം ശ്രീമതി ശിവകുമാരി രാമേന്ദ്രൻ അവരുടെ. സാറ് വരിക. സാറ് വേദിയിലേക്ക് വന്നിരിക്കുന്നു. അടുത്ത പ്രസംഗിക്കുന്നത് നാം ഏവരുടെയും പ്രിയങ്കരിയായ സാഹിത്യകാരി ശ്രീമതി ശിവകുമാരി രാമേന്ദ്രൻ അവർ. മുഖ്യ പ്രഭാഷണവും ശ്രീമതി ശിവകുമാരി രാമേന്ദ്രൻ അവർ നിർവഹിക്കും. സാറുടെ സംഗീതമായിട്ടുണ്ട്. സാറിൻ്റെ സാന്നിധ്യം നമുക്ക് ആഹ്ലാദപ്രദമാണ്. ഏവരുടെയും പേരിൽ സാറിന് സ്വാഗതം പറഞ്ഞുകൊണ്ട് ശ്രീമതി ശിവകുമാരി രാമേന്ദ്രൻ അവരുടെ ആദരവോടെ ക്ഷണിക്കും. പ്രിയപ്പെട്ട സാൻമാഷ് വന്നപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. ഒരു വാക്യൂം ഉണ്ടായിരുന്നു ഇവിടെ. ഞാനതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാഷ് ഞാൻ പ്രസംഗിക്കണേലും എത്തി കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹം, പ്രണാമം.
വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സമാധിതനായതുകൊണ്ടല്ല, ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരാനുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഗുരുദേവൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തെ കുറിച്ച് കേട്ട് അറിയാം. ചില കൃതികളൊക്കെ സ്കൂളിൽ പഠിച്ച് ചെല്ലിയിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ശരിക്കും എനിക്കൊന്നും അറിയില്ലായിരുന്നില്ല. പിന്നെ ഒരു 10-12 കൊല്ലം മുമ്പ് ഭാരതത്തിലെ ഋഷികവികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം എനിക്ക് രചിക്കാൻ ഒരു ഉൾവഴി ഉണ്ടാവുകയാണ്. അതായത് ഈ സമൂഹത്തിൻ്റെ ഈ പോക്ക്, പ്രത്യേകിച്ച് യുവജനതയുടെ പോക്ക് കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും, നമ്മുടെ ചരിത്രത്തെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ അറിയാത്ത അവർക്ക് അജ്ഞതയാണ്. ആ അജ്ഞത കൊണ്ടാണ് അവരിങ്ങനെ ഒരു പക്ഷേ വഴി തെറ്റി അല്ലെങ്കിൽ തെറ്റാനുള്ള ഒരു പ്രവണത അവർക്ക് ഉണ്ടാവുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം രചിക്കാമെന്ന് വിചാരിച്ച് പുറപ്പെട്ടത്. അതിനോടനുബന്ധിച്ച് പല ഋഷികവികളുടെയും ജീവചരിത്രം ഞാൻ വായിച്ചു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഗുരുദേവൻ്റെ ജീവചരിത്രം വായിച്ചത്. അപ്പം അതിൻ്റെ തുടക്കത്തിൽ ഞാൻ ഈ പുസ്തകത്തിൻ്റെ പറയുന്നുണ്ട്, അനവധി സംസ്കാരങ്ങൾ ലോകം കണ്ടിട്ടുണ്ട്. മെസപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് പലതും കണ്ടിട്ടുണ്ട്. റോമൻ സംസ്കാരം, ഭാരതീയ സംസ്കാരം, അങ്ങനെ ഒരുപാട് സംസ്കാരങ്ങൾ ഈ ലോകം കണ്ടിട്ടുണ്ട്. എല്ലാം ഒന്നൊന്നായിട്ട് തൊഴിൽ പോയി. അപ്പോഴും ഭാരതീയ സംസ്കാരം അതിങ്ങനെ ഒരു കെടാവിളക്ക് മാതിരി ഇങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം. ഇന്നിപ്പോൾ സ്ത്രീ പീഡനത്തിൻ്റെ ആഗോള തലസ്ഥാനം എന്ന ചീത്ത പേരും കയറി നല്ല കുനിച്ച് നിൽക്കുകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ, വാസ്തവത്തിൽ ഭാരതം. അപ്പോഴും വിദേശികൾ ഇങ്ങനെ ഇതൊരു പ്രവർത്തനങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ശിവഗിരി പോയിരുന്നു, വർക്കലയിൽ പോയപ്പോൾ ശിവഗിരിയിൽ അവിടെയും കണ്ടു കുറേ സായിപ്പന്മാരെയും മദാമ്മമാരും. അപ്പോൾ അവരോട് വാട്ട് യു വോണ്ട് ടു നോ, വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ, വെർ യു കം ഹിയർ, വാട്ട് അട്രാക്ട്സ് യു ടു ശിവഗിരി. അപ്പോൾ അവർ പറഞ്ഞു, ദ ഗുരു സിസ്റ്റം വി വോണ്ട് ടു ലേൺ അബൌട്ട് ദ ഗുരു സിസ്റ്റം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ ഈ സംസ്കാരം കെടാവിളക്ക് പോലെ ഇങ്ങനെ നിൽക്കാൻ പ്രധാന കാരണം നമ്മുടെ ഗുരുപാരമ്പര്യം തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട. അത് ഒരിക്കലും നശിക്കാൻ പോണില്ല. അത് എവിടെ തുടങ്ങുമെന്ന് വെച്ചാൽ വ്യാസനിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. വ്യാസനാണ് നമ്മുടെ ഗുരു. വ്യാസൻ മൂലമാണ് ഭാരതത്തിന് ലോകഗുരു എന്ന സ്ഥാനം കിട്ടിയത്. ജഗദ്ഗുരുവാണ് ഭാരതം. അതിനുശേഷം നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ജഗദ്ഗുരു ആദിശങ്കരനാണ് കേരളത്തിൻ്റെ ഗുരു പരമ്പരയുടെ തലപ്പ് തിരിക്കുന്ന ആൾ. അതിനുശേഷം എത്രയോ പേര് ഇവിടെ ഗുരുക്കന്മാരുണ്ടായി. പലരെയും സമുദായം അവഹേളിച്ച് തള്ളി, പലരെയും പരിഹസിച്ച് പറഞ്ഞയച്ചു. ഇദ്ദേഹവും അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. എങ്കിലും ആ പിൻഗാമികളിൽ ഏറ്റവും പ്രോജ്വലനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു സന്യാസി എന്ന് പറയുന്നത് ഗുരുദേവൻ തന്നെയാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ എത്ര പേർക്ക്, നിങ്ങളെല്ലാവരും സീനിയേഴ്സ് ആയിട്ടുള്ളവരാണ്. ഞാൻ നിങ്ങളെ ആരെയും പറഞ്ഞു തരാനോ പഠിപ്പിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എത്ര പേർക്ക് ഗുരുദേവൻ്റെ ജീവചരിത്രം അറിയാമെന്നുള്ളത് എനിക്ക് നിശ്ചയമില്ല. പക്ഷെ ഇന്ന് ഈ സമാധി ദിനത്തിൽ അതൊന്ന് അനുസ്മരിക്കാമെന്ന് എനിക്കത് ഉചിതമായിട്ടും എനിക്ക് തോന്നുന്നു. യുവതലമുറയ്ക്ക് പ്രത്യേകിച്ചും ഇവിടെ യുവതലമുറയിൽപ്പെട്ട കുറച്ച് പേരെ കാണുന്നുണ്ട്. ജീവചരിത്രം അറിയാമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനത് ഈ കഴിഞ്ഞ ആഴ്ച വീണ്ടും ഒന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ കണ്ണു നിറയും. അമ്മാതിരിയുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരിക്കുന്നത്. ജാതിഭേദവും മതദ്വേഷവും ഒന്നുമില്ലാത്ത ഒരു ലോകം, അവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ വാഴുന്ന മനുഷ്യർ. ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹാഋഷിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തെ ചരിത്രം പല പേരുകളിൽ വിളിച്ചിട്ടുണ്ട്. ദാർശനികൻ, അദ്വൈത പണ്ഡിതൻ, നവോത്ഥാന നായകൻ. അദ്ദേഹമാണ് യഥാർത്ഥ നവോത്ഥാന നായകൻ. നമ്മൾ ഈ അടുത്ത കാലത്ത് കുറേ നവോത്ഥാന നായകന്മാരെ കണ്ടുല്ലോ, മതിലൊക്കെ പഠിക്കണവര്. അത് വാസ്തവത്തിൽ നമുക്ക് ചിരി വന്നു പോയി. ആ നവോത്ഥാന നായകര്
കുഴപ്പമില്ല. ആധുനിക കാലത്തെ നമ്മുടെ പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിലെ ചില നവോത്ഥാന നായകരുടെ ഓരോ എന്താ പറയുക ഉദ്ധരണികളൊക്കെ കേട്ടപ്പോൾ രോമാഞ്ചം വന്നുപോയി. മതിൽ കണ്ടപ്പോഴും രോമാഞ്ചം, വല്ലാത്ത രോമാഞ്ചം വന്നുപോയി. മതിൽ പണിതല്ലോ എല്ലാവരും കൂടി ഇവിടെ, അതൊക്കെ കണ്ടപ്പോൾ. അപ്പൊ യഥാർത്ഥ നവോത്ഥാന നായകൻ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം. കർമ്മയോഗി, മനുഷ്യസ്നേഹി, ഇങ്ങനെയെല്ലാമാണ് ചരിത്രം അദ്ദേഹത്തെ വാഴ്ത്തുന്നത്. കേരളത്തിലെ ജാതി വ്യവസ്ഥ അതിശക്തമായി നിലകൊണ്ട ഒരു കാലഘട്ടം, പ്രാകൃതമായിട്ടുള്ള ആചാരവും അയിത്തവും ഇതൊക്കെ കുത്തി വാഴുന്ന ഒരു കാലത്താണ് തിരുവനന്തപുരത്തെ ചെമ്പഴന്തി ഗ്രാമത്തിൽ 1886 പാടലാശാന്റെ കുട്ടിയമ്മയുടെ മകനായിട്ട് നാരായണൻ ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ അതിബുദ്ധിമാനാണ്, കാണാനും പരമസുന്ദരനായ കുട്ടി. സ്വതന്ത്ര ചിന്തകള് ബാല്യത്തിൽ തന്നെ രൂപപ്പെട്ടു എന്നുള്ളൊരു ദൈവനിശ്ചയമായിരുന്നു. ദൈവം അദ്ദേഹത്തിന് പറയില്ലേ, ഇൻസ്റ്റന്റ് ചെയ്ത ചില ഗുണങ്ങളാണ് ഈ സ്വതന്ത്ര ചിന്തകൾ. ഈ സാത്വികമായിട്ടുള്ള പ്രകൃതിയും വെളുത്ത നിറവും സൗന്ദര്യവും ഒക്കെ കണ്ടതുകൊണ്ട് അദ്ദേഹത്തിനെ എല്ലാവരും ആദരിച്ചു പോകുന്നു. വിദ്യാലയത്തിലായാലും അധ്യാപകരും സഹപാഠികളും ഒക്കെ നാരായണൻ എന്ന ഈ കുട്ടിയെ വളരെയധികം ആദരിച്ചിരുന്നു. സമൂഹത്തെ നിരന്തരമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരുന്നതിനാൽ ഈ ഇത്തരം അനാചാരങ്ങളൊക്കെ ലംഘിക്കാനുള്ള ഒരു പ്രവണത ബാലന് കുട്ടിക്കാലത്തെ ഉണ്ടായി എന്നാണ്. അതിന് അദ്ദേഹം കണ്ടുപിടിച്ച ഏറ്റവും നല്ല വഴി ഏകാന്ത ധ്യാനമാണ്. ഏകാന്ത ധ്യാനം ഇപ്പോഴും നമ്മൾ പലരും ശീലിക്കുന്നുണ്ട്. യോഗ ക്ലാസ്സൊക്കെ ഇപ്പോൾ ഒരു പുതിയ ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു കാര്യമാണ് മെഡിറ്റേഷൻ. എന്നെപ്പോലെ ക്ഷമ കെട്ട ആൾക്ക് പറ്റിയതല്ല, ഞാനിത് തുറന്ന് സമ്മതിക്കുകയാണ്. എനിക്കതിനൊന്നുമുള്ള ക്ഷമയില്ല. അത് ചെയ്യുന്നവരോട് വളരെ ബഹുമാനമാണ് താനും. അപ്പം ഈ ഏകാന്ത ധ്യാനത്തിലൂടെ സത്യാന്വേഷണമാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. അപ്പം മുതിർന്നവരൊക്കെ പറഞ്ഞു ഈ കുട്ടിക്ക് വിഷാദ രോഗമാണ്, ഒരു ഡിപ്രഷനാണ് ഈ കുട്ടിക്ക്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല, എന്തെങ്കിലും ചികിത്സ ചെയ്യണം. അപ്പം വീട്ടിലെ വൈദ്യന്മാരൊക്കെ ഉണ്ട്. വീട്ടിലെ വൈദ്യന്മാരുടെ കുടുംബമാണ്, സംസ്കൃത പണ്ഡിതന്മാരുടെ കുടുംബമാണ് ഈ വയൽവാരത്ത് വീട് എന്ന് പറയുന്ന കുടുംബം. അപ്പം ഇത് കേട്ടുമെടുത്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ചെറിയ കുട്ടിയാണ്, 10-12 വയസ്സ് ദേശാടനത്തിന് അങ്ങോട്ട് പുറപ്പെട്ടു. ഒരുപാട് ഗ്രാമങ്ങളിലും ക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിച്ച് ഇങ്ങനെ പോവുകയാണ്. അതിനിടയിൽ തമിഴ് ഭാഷ പഠിച്ചെടുത്തു. 16 വയസ്സായപ്പോഴും സംസ്കൃതവും മലയാളവും തമിഴും, അതിൽ 3 ഭാഷയിൽ അസൽ പാണ്ഡിത്യം നേടിയിട്ടാണ് മടങ്ങിയത്. ആ പുതിയ വ്യക്തിത്വം കണ്ട് അമ്പരുന്നവരൊക്കെ അദ്ദേഹത്തെ നാണു ആശാൻ, നാണു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്, നാണു ആശാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടിയപ്പോൾ വീണ്ടും ആത്മീയമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പുണ്ടായ ഏകാന്ത ധ്യാനത്തിൽ, ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഏകാന്ത ധ്യാനത്തിൽ മെഡിറ്റേഷനിൽ അദ്ദേഹം പല ഈശ്വരന്മാരെ കണ്ടു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുന്നുണ്ട്. ശിവനെ കണ്ടു, സുബ്രഹ്മണ്യനെ കണ്ടു, ഉണ്ണികൃഷ്ണനെ കണ്ടു, ദേവിയെ കണ്ടു. ഇതൊക്കെ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഒരു ചെറിയൊരു വാക്കുണ്ടല്ലോ, വെൻ യു ബിലീവ് ഇറ്റ് യു സീ ഇറ്റ് എന്നാണ്. ഇത് സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസനും അതുമാതിരിയുള്ള സന്യാസിമാർക്കും ഒക്കെ ഈ ഏകാന്ത ധ്യാനത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. തങ്ങളുടെ ഇഷ്ടദേവതാ രൂപങ്ങളെ മുമ്പിൽ കാണുക എന്നുള്ളത്. തുളസീദാസൻ ശ്രീരാമനെ കണ്ടിട്ടുണ്ട്, സീതയെ ലക്ഷ്മണനെ കണ്ടിട്ടുണ്ട്, ഹനുമാനെയും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഫോമിൽ കാണുന്നു എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആ രൂപം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വന്നിട്ട് നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷ രൂപമായിട്ട് കാണുന്നതാണ്. അതാണ് ഇത്. ഭീഷ്മർക്കും ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ട് മഹാഭാരതത്തിൽ കാണാം. അതുകൊണ്ട് ഇദ്ദേഹം ഈ ദേവന്മാരെയൊക്കെ കണ്ടതും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തകളെ മാറിപ്പോയി. അതോടൊപ്പം അധ്വാനിക്കുകയും ചെയ്തു. എന്തിനാ അധ്വാനിച്ചതെന്ന് വെച്ചാൽ അത് ഒരു തരത്തിലുള്ള ധ്യാനമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുന്നത്. കാലി മേയ്ക്കുക, പാടത്ത് തൂമ്പെടുത്ത് പണിയെടുക്കുക, അതൊക്കെ ചെയ്തിട്ടുണ്ട് ഗുരുദേവൻ. അതിൻ്റെ ഇടയിൽ ഈ വിഷാദ രോഗവും ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവർക്ക് തോന്നി. അതുകൊണ്ട് അവരൊക്കെ കൂടെ വിചാരിച്ചു ഒരു കല്യാണം കഴിപ്പിച്ച് കഴിയണം. കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ തീരും, ബുദ്ധി എന്താ പറയുക, ഗൃഹസ്ഥനായിട്ട് ജീവിച്ചു എന്ന് വിചാരിച്ചു. പണ്ടത്തെ മാതിരി അല്ല, ഇപ്പോഴത്തെ മാതിരി പെണ്ണും ചെറുക്കനും കണ്ടിട്ടുള്ള കല്യാണമൊന്നുമല്ല. വീട്ടുകാരൊക്കെ കൂടി പോയിട്ട് ഒരു വധുവിനെ കണ്ട് അവിടെ അങ്ങനെ നിശ്ചയിച്ചു. എന്നിട്ട് ഒരു ദിവസം ഇദ്ദേഹം അറിയുന്നതേയില്ല
ആ കുട്ടിയെ വയൽവാരത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ഇദ്ദേഹം അറിയുന്നത് തൻ്റെ വിവാഹമായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം വീടിനോട് പറഞ്ഞു, പോകാൻ നേരത്തെ ഒരു യാത്രാമൊഴി പറഞ്ഞു. ലോകത്ത് ഓരോ വ്യക്തിക്കും ഓരോ ലക്ഷ്യമുണ്ട്, എനിക്കുമുണ്ട് ഒരു ലക്ഷ്യം, എന്നെ തടയരുത്, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ യാത്രയാവുകയാണ് എന്ന് പറഞ്ഞിട്ട് നേരെ അവധൂതനായിട്ടാണ് നടന്നത്. അവധൂതൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഒറക്കിൾസ് ആയിട്ടാണ് നടന്നത്. അപ്പോൾ അദ്ദേഹം ആ സമയത്താണ് കേരളം, തമിഴ്നാട്, കർണാടകം മുതലായ സംസ്ഥാനങ്ങൾ, അന്നൊക്കെ രാജ്യങ്ങളാണല്ലോ, നാട്ടുരാജ്യങ്ങളുടെ കൂടെയൊക്കെ സഞ്ചരിച്ച കൂട്ടത്തിൽ ഷൺമുഖദാസൻ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെ പരിചയപ്പെട്ടു. അദ്ദേഹം ബാലസുബ്രഹ്മണ്യ മന്ത്രം എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്ത് ഇദ്ദേഹത്തെ ശിഷ്യനായി സ്വീകരിച്ചു. അതേ സമയത്ത് തന്നെ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ വഴി തേക്കാട്ട് അയ്യാവ് എന്ന ആളുടെ നിന്ന് യോഗവിദ്യ അഭ്യസിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മരുത്വ മലയിൽ പോയിട്ട് തപസ് അനുഷ്ഠിച്ചത്. അതൊരു ഗുഹയുടെ ഉള്ളിലായിരുന്നു തപസ്. പച്ചിലയും പച്ചവെള്ളവും മാത്രം കഴിച്ചുകൊണ്ടുള്ള ഒരു തപസ്. ഒന്ന് ആലോചിച്ചു, പച്ചിലയും പച്ചവെള്ളം. ഒരു സന്യാസിക്കല്ലാണ്ട് ആർക്കാണ് അത് സാധിക്കുക? നമ്മൾ പുരാണത്തിലൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. ഒരു കാലിൽ നിന്ന് തപസ് ചെയ്തു, പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നു ഉപവസിച്ച് തപസ് ചെയ്തു. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു മഹാത്മാവാണ് നാരായണ ഗുരുദേവൻ. പച്ചവെള്ളവും പച്ചിലയും, ചില ദിവസം ഉപവാസം. ആ സമയത്ത് 2 പുലികൾ, ഇത് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും എനിക്ക് അറിഞ്ഞോളാം, 2 പുലികൾ ഈ ഗുഹയിൽ വന്നിട്ട് ഗുരുദേവനെ കാവലിരിക്കും. അതായത് ഇദ്ദേഹം ഒന്നും അറിയാണ്ട് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക. ഇദ്ദേഹത്തെ മറ്റു മൃഗങ്ങൾ ഉപദ്രവിക്കാതിരിക്കാനാണോ എന്ന മട്ടിൽ 2 പുലികൾ ഈ ഗുഹയുടെ മുമ്പിൽ വന്നിട്ട് കാവലിരിക്കും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് തടിയൊക്കെ വളർന്നു. അദ്ദേഹം നാട്ടിലേക്ക് ഒന്ന് മടങ്ങി വന്നു. തപസ് കഴിഞ്ഞ് വരുന്ന ആളെ കണ്ടപ്പോൾ ജനങ്ങളൊക്കെ ഒരു എന്താ പറയുക, എന്ന് നമ്മൾ പറയില്ലേ, അവരമ്പരന്ന് പോയി വരുന്ന ദൈവികമായിട്ടുള്ള ആ രൂപത്തെ കണ്ടിട്ട് എല്ലാവരും തൊഴുത് നമസ്കരിച്ചു. സ്വാമി എന്ന സ്ഥാനം അംഗീകരിച്ചു കൊടുത്തു. എന്നാൽ അപ്പോഴും അടങ്ങിയിരുന്നില്ല. പിന്നെയും ഒരു അദമ്യമായിട്ടുള്ള ദാഹമാണ് ഈ ദേശാടനത്തിൽ കൂടി, അല്ലെങ്കിൽ ജനസമ്പർക്കത്തിൽ കൂടി, സദ്ഗുണ സമ്പർക്കത്തിൽ കൂടിയിട്ട് തനിക്ക് കൂടുതൽ അറിവ് വേണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ദേശാടനത്തിന് പുറപ്പെട്ടു. കുറി സിലോൺ വരെ പോയി എന്നാണ് പറയുന്നത്. ആ യാത്രയും കൂടി കഴിഞ്ഞ് വന്നപ്പോഴാണ് അരുവിപ്പുറത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ചത്. അവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി കണ്ടിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ അങ്ങനെ വന്നു കൂടി ശിവലിംഗ പ്രതിഷ്ഠയും നടക്കുകയാണല്ലോ. ആ സമയത്താണ് പണ്ഡിതന്മാരായിട്ടുള്ളവർ പറഞ്ഞു, പ്രതിഷ്ഠ കഴിക്കാൻ ആ ബ്രാഹ്മണനായിട്ടുള്ള ഒരാൾക്ക് അവകാശമില്ല. അപ്പം അദ്ദേഹത്തിന് യാതൊരു കൂസലും ഇല്ല. അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ പ്രശസ്തമാണ്, ഞാൻ കുട്ടിക്കാലത്തേ കേട്ടിട്ടുണ്ട്. അതിന് നിങ്ങളുടെ ശിവനെയല്ല, ഞാൻ ഈഴശിവനെയാണല്ലോ പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഇവരുടെ വായ അങ്ങോട്ട് അടഞ്ഞാൽ പറ്റും, നാവിറങ്ങിപ്പോയ മാതിരി നിന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ വെച്ചിട്ടാണ് പറഞ്ഞത്, കാലത്തിനൊത്തിട്ട് ആചാരങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. അപ്പോൾ 1888 ഒരു ശിവരാത്രി നാളിലാണ് ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ചത്. അവിടെ ഒരു മുദ്രാവാക്യം കൂടെ അദ്ദേഹം എഴുതി വെച്ചു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ആദ്യം എഴുതി വെച്ചത് അരുവിപ്പുറത്താണ് പറയാം. ഈ മാതൃകാ ലോകം സ്വപ്നം, അതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അപ്പം അതിനുവേണ്ടി ഒരു സംഘടനയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം വേറൊരു മുദ്രാവാക്യം കൂടി ഉണ്ടായി. സംഘടന കൊണ്ട് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവിൻ. ഞാൻ കണ്ടതും കേട്ട് അറിഞ്ഞതുമായിട്ടുള്ളൊരു കാര്യം പറയാം. ഈ വിദ്യയുടെ കാര്യം പറയുമ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എൻ്റെ അമ്മയും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ആ കാലത്ത് ഈ കുറച്ച് എന്താ പറയുക സവർണ ഹിന്ദു സ്ത്രീകളൊന്നും പഠിക്കില്ല. അതേസമയം നാരായണ ഗുരുദേവൻ്റെ ആ ഉദ്ബോധനത്താൽ സ്വസമുദായത്തിലെ സ്ത്രീകൾ എല്ലാവരും വിദ്യ അഭ്യസിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമുദായത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകളും വിദ്യ അഭ്യസിക്കുകയും ജോലിക്ക് പോകാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. എത്ര കൊല്ലം മുമ്പൊന്നും ആലോചിച്ച് നോക്കും, ഏകദേശം ഒരു 90 കൊല്ലം മുമ്പ് തന്നെ. അത്ഭുതം തോന്നി അത് കേട്ടപ്പോൾ. പിൽക്കാലത്ത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര ബ്രോഡ് മൈൻഡഡ് ഒരു ചിന്താഗതിയാണ് എന്നത്. അപ്പോൾ ഈ സംഘടന കൊണ്ട് ശക്തരാകുകയും വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുകയും എന്നുള്ള മഹാസന്ദേശവും കയറിയിട്ട് ഒരു ജൈത്രയാത്ര ഇതങ്ങോട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് വർക്കല ശിവഗിരി ആശ്രമം അവിടെ സ്ഥാപിതമായി. അതിൻ്റെ ഇടയിൽ വാക്കും കർമ്മവും ഇതൊക്കെ കൊണ്ട് അനുയായികൾക്ക് പ്രചോദനം പകർന്ന് അങ്ങനെ ആ സമയത്ത് 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഉണ്ടായി.
ശിവഗിരി മഠത്തിലെ ശാരദാദേവിയും പ്രതിഷ്ഠിച്ചു. അതായത് അമ്മയോടുള്ള ആ മാതൃത്വ ഭാവത്തോടുള്ള ബഹുമാനം, ദേവിയോടുള്ള ഭക്തി കൊണ്ട് ശാരദാദേവി. വീണ്ടും ദേശാടനം, ഇക്കുറി വടക്കോട്ടാണ് ദേശാടനം പോയത്. അങ്ങനെ വിവിധ സംസ്കാരങ്ങളെ നമ്മുടെ ആത്മീയ തത്വങ്ങളിലേക്ക് സ്വാംശീകരിച്ചു. ഋഷിതുല്യരായ കവികളെയൊക്കെ അവരെ കണ്ടുമുട്ടി ആശയവിനിമയം ചെയ്തു. അങ്ങനെ ഒരു സാംസ്കാരിക നായകൻ എന്ന ഒരു പദവി കൂടി അദ്ദേഹം നേടിയെടുത്തു. ഈ യാത്ര അവസാനിച്ചത് പെരിയാർ ആലുവയുടെ തീരത്താണ്. അവിടെ ഒരു വർണ്ണശാല സ്ഥാപിച്ചു, അദ്വൈതാശ്രമം. അതിൻ്റെ മുമ്പിൽ ഓം തത് സത് എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ഓർമ്മ വരുന്നത്, ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഈ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. സ്വാമിയുടെ പേര് ഞാൻ ഓർക്കില്ല, മുടിയൊക്കെ ഉള്ളൊരു സ്വാമി ഉണ്ടായിരുന്നു. അന്ന് എനിക്കൊരു പുസ്തകം തന്നിരുന്നു, ജ്ഞാനധനം എന്ന് പറഞ്ഞിട്ട്. ഒരു മാഷ്ക്ക് ഓർമ്മ ഉണ്ടാവും, ജ്ഞാനധനം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അന്നൊന്നും അത് വായിച്ചിട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലായിണ്ടായിരുന്നില്ല, അത്രയും ചെറിയ പ്രായമാണ്. പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി ജ്ഞാനമാണ് ധനം എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന ആ ഒരു ശ്ലോകങ്ങളും ചെറിയ ചെറിയ ആപ്തവാക്യങ്ങളൊക്കെ അടങ്ങിയ ഒരു പുസ്തകമായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. വെവ്വേറെ ജാതിയൊന്നും വേണ്ട, മനുഷ്യർക്ക് വെവ്വേറെ ദൈവവും വേണ്ട, വെവ്വേറെ മതവും വേണ്ട എന്ന് ഇവിടെ വെച്ചാണ് അദ്ദേഹം കൂടുതലായിട്ട് അനുയായികളെ ഉത്ബോധിപ്പിച്ചത്. ഇനി മറ്റൊരു കാര്യം ചെയ്തത് എന്താ വെച്ചാൽ സംസ്കൃത പാഠശാല. അവിടെ ഒരു സംസ്കൃത പാഠശാല തുടങ്ങി. കേരളത്തിൽ ആദ്യം സംസ്കൃത പാഠശാല തുടങ്ങിയത്, അതായത് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയത് ചവറ കുര്യാക്കോസ് അച്ഛനാണ് പിതാവാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു സംസ്കൃത പാഠശാല അവിടെ തുടങ്ങുക, അവിടെ ഒരു സർവമത സമ്മേളനം ഈ പെരിയാറിന്റെ തീരത്ത് വെച്ച് നടത്തുകയും ചെയ്തു. തുടർന്ന് 60ഓളം ക്ഷേത്രങ്ങൾ 60 ക്ഷേത്രങ്ങൾ ഇതാക്കി. ശിവൻ, സുബ്രഹ്മണ്യൻ, ദേവി അങ്ങനെയുള്ളവരെയൊക്കെ പ്രതിഷ്ഠിച്ചു. ഇനി ഒരു സ്ഥലത്ത് ഒരു ദീപം, ഒരു വിളക്കാണ് പ്രതിഷ്ഠിച്ചത്. അത് എവിടെയാണെന്ന് വെച്ചാൽ കാരമുക്ക്, തൃശ്ശൂർ കാരമുക്ക് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ പ്രതിഷ്ഠിച്ചത് ഒരു വിളക്ക്, ഒരു ദീപമാണ്. അപ്പോൾ ആൾക്കാർക്ക് ഇതിൻ്റെ പ്രതിഷ്ഠയില്ലാത്ത പലരും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നേരത്തെ ഇപ്പോൾ ജസ്റ്റിസ് പറഞ്ഞതുപോലെ ഇരുട്ടാണ് ജീവിതത്തെ അലട്ടുന്നത്. വെളിച്ചം വരുമ്പോൾ ആ ഇരുട്ടങ്ങടെ അകന്നോളും, അപ്പോൾ ജീവിതം തെളിയും. അതിനാണ് അവിടെ വിളക്ക് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ വിദ്യയാണ് വെളിച്ചം. വിദ്യ വരുമ്പോൾ അവിദ്യ അവിടുന്ന് പോകും. അജ്ഞാന അന്ധകാരം നീങ്ങുന്നതോടുകൂടി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരക്കും എന്നാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്, അജ്ഞാനം അകറ്റി അവിടെ ജ്ഞാനത്തിൻ്റെ പ്രകാശം, അപ്പോൾ സംസ്കാരം തനിയെ ഉണ്ടായിക്കൊള്ളും എന്നാണ്. ഈ പ്രസംഗമൊക്കെ കേട്ട യുവജനത ഉദ്ബുദ്ധരായി ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സമ്പാദിച്ചു. പിന്നെ ഒരു ക്ഷേത്രത്തിൽ പ്രഭ എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് തോന്നുന്നു എനിക്ക്, അല്ലെ? ഒരു വട്ടത്തിലൊരു ഫ്ലാഗ്, അത് മുരുക്കുംപുഴ എന്നുള്ള ഒരു ക്ഷേത്രത്തിലാണ് 1921 പ്രഭയാണ് പ്രതിഷ്ഠിച്ചത്. വിഗ്രഹമല്ല, പ്രഭ. കണ്ണാടി ബിംബം എന്തോ അതിനെ പറയും. 1927 കളവങ്കോട് ഒരു നിലക്കണ്ണാടി പ്രതിഷ്ഠിച്ചു. വെറും കണ്ണാടി. അപ്പോഴും വന്നു പണ്ഡിതന്മാർ, എന്തുണ്ടെങ്കിലും പണ്ഡിതന്മാർ അതെപ്പോഴും ഉണ്ടല്ലോ, എന്തുണ്ടെങ്കിലും കയറി ഇടപെടുന്നവർ ഒന്ന് പരിഹരിച്ചു. നിലക്കണ്ണാടി ഇതെന്തിനാത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുദേവന്റെ ഉത്തരം വളരെ രസകരമായിട്ടുള്ള ഉത്തരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കേട്ടത്. അവനവനിൽ തന്നെ ഉണ്ട് ദൈവം, അത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണാടി പ്രദർശിച്ചിരുന്നത്, അല്ലാണ്ട് നിങ്ങളുടെ മുഖം കാണാനല്ല എന്നുള്ളത്. ഞാൻ പല സ്ഥലത്തും നോക്കിയിട്ടുണ്ട്. പല സ്ഥലത്തും പോകുമ്പോൾ ചില ബ്രാഹ്മണരായിട്ടുള്ളവർ കാല് തൊട്ടുമ്പോൾ എനിക്കൊരു വിഷമം തോന്നാറുണ്ട്. എന്നെ നമസ്കരിക്കരുത്, ഞാൻ ഒരു നായർ സ്ത്രീയാണ്, എന്നെ നമസ്കരിക്കരുത്. അപ്പോൾ അവർ പലരും, പ്രത്യേകിച്ച് സൂര്യകാലടി തിരുമേനി പറയും, ഓപ്പോളെന്നാണ് വിളിക്കുക. ഓപ്പോളെ എല്ലാം നമസ്കരിക്കണേ. ഓപ്പോളുടെ ഉള്ളിൽ ആത്മാവിനെയാണ്. നമ്മൾ ഒരാളെ നമസ്കരിക്കുന്ന അല്ലെങ്കിൽ തൊഴുമ്പോൾ ശരീരത്തിനെ അല്ല തൊഴുന്നത്, നമ്മൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ആത്മാവിനെയാണ് തൊഴുന്നത്. ആത്മാവിന് ജാതി ഉണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ബ്രാഹ്മണരാണ് ഇപ്പോൾ ഉള്ളത്. അത് പലരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം അതാണ് പറഞ്ഞത്, ഈ കണ്ണാടിയിൽ നോക്കുമ്പോഴെങ്കിലും അവനവനിലുള്ള ആ ഈശ്വരനെ, ആ ആത്മാവിനെ കാണട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് ശിഷ്യന്മാരെ അപ്പോഴേക്കും എന്തായി, കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു, ഇങ്ങനെയുള്ള പ്രഗത്ഭരൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തിൽ പെടുന്നു. 1916 തിരുവണ്ണാമലയിൽ പോയിട്ട് രമണ മഹർഷിയെ സന്ദർശിച്ചു. രമണ മഹർഷി അറിയാം, അദ്ദേഹത്തെ ഒരു റെക്ലൂസ് ആയിട്ടുള്ള ഒരാൾ ചരിത്രത്തിൽ ഇല്ല എന്ന് പറയാം. ശിവഗിരി, അപ്പോൾ ഈ ശിവഗിരിയിലെ നവോത്ഥാന സന്യാസി അങ്ങനെ ഭാരതം ഒട്ടാകെ ഖ്യാതി നേടി. മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും അങ്ങനെയുള്ള അഖിലേന്ത്യാ നേതാക്കളൊക്കെ ശിവഗിരിയിൽ വന്നിട്ട്
നാരായണ ഗുരുദേവനെ സന്ദർശിച്ചു. മഹാത്മാഗാന്ധി ഒരു പടി കൂടി കടന്നു. സന്ദർശിച്ചു മാത്രമല്ല, സ്വാതന്ത്ര്യ സമര വേദികളിൽ ഗുരുദേവന്റെ ഉദ്ധരണികളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിന് ശാന്തിനികേതൻ ഞാൻ പോയില്ല. അവിടെ ഗുരുദേവന്റെ ചെറിയ ഒരു ചിത്രമുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനിലെ വിദ്യാർത്ഥികളെ അവർക്ക് മുമ്പിൽ മാതൃകാചാര്യനായിട്ട്, ആചാര്യനാണ്, ഗുരുവാണല്ലോ, അവതരിപ്പിച്ചത് ഗുരുദേവനെയാണ്. അങ്ങനെ ഒരുപാട് യാത്രയൊക്കെ ഇന്നത്തെ മാതിരി കാറും ബസ്സും എന്താ പറയുക ട്രെയിനും പ്ലെയിനും ഒന്നും ഇല്ലാത്ത കാലമാണ്. കളവണ്ടിയിലും നടന്നിട്ടൊക്കെയാണ് ഈ യാത്ര. അപ്പോഴേക്കും ആരോഗ്യം വല്ലാതെ മോശമായി. പക്ഷെ കർമ്മനിരതനാണ് അപ്പോഴും. അത് അദ്ദേഹം സംസ്കൃതത്തിൽ നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട്. കുറച്ച് കൃതികളുടെ പേര് എനിക്കറിയാം. മുഞ്ചയ്യ പഞ്ചകം, നിർവൃത്തി പഞ്ചകം, വിനായകാഷ്ടകം, ബാഹുലേയാഷ്ടകം, സുബ്രഹ്മണ്യ കീർത്തനം, ഭദ്രകാളി അഷ്ടകം, ചിദംബരാഷ്ടകം, ശിവശതകം, വൈരാഗ്യശതകം, ജഡചിന്തനം, കുണ്ടലിനിപ്പാട്ട്, കാളി നാടകം. ഇതൊന്നും കൂടാതെ ഇനി ഉണ്ട് കേട്ടോ ഒരുപാടൊന്നും. ഇതെല്ലാം ഭക്തിയുടെ ഉദാത്തമായിട്ടുള്ള ഭാവങ്ങളെ പ്രതിഫലിക്കുന്നവയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റബിൾ വർക്ക് എന്ന് പറഞ്ഞാൽ തമിഴിലെ ഏറ്റവും പൗരാണിക കൃതിയായ തിരുക്കുറൽ അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു. ഈ സംസ്കൃതത്തിൻ്റെ സ്വാധീനത്തിൽ തികച്ചും ആ സ്വാധീനം ഉൾക്കൊണ്ട് സ്വാമി രചിച്ചു ആത്മോപദേശ ശതകം. മനസ്സിലായിട്ട് അറിയുന്നുണ്ടോ? ദ്രാവിഡ പാരമ്പര്യത്തിൻ്റെ കരുത്ത് പ്രദർശിപ്പിക്കുന്ന ഒരു ഉത്കൃഷ്ട രചനയാണ് സംസ്കൃത രചനയായ ദർശനമാണ്. ഇനി ശുദ്ധ മലയാളത്തിൽ എഴുതിയതാണ് ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ ചൊല്ലിക്കേട്ട ദൈവദശകം. എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവദശകം ഇവിടെ ആ കുട്ടി പാടുമ്പോൾ എല്ലാവരും ചേർന്ന് പാടി. അത് വളരെ സന്തോഷം തോന്നി. എല്ലാവരും അത് എന്താ പറയുക പഠിച്ചിട്ടുണ്ട്, അത് ഉൾക്കൊണ്ടിട്ടുണ്ട്, അതിൻ്റെ തത്വം ഉൾക്കൊണ്ടിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നി. എനിക്കും അറിയാം ദൈവദശകം വളരെ എന്താ പറയുക നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതും സത്യം മാത്രം പ്രതിഫലിപ്പിക്കുന്നതും ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആത്മപ്രകാശം പരത്തുന്ന ഒരു കൃതിയാണ് ദൈവദശകം. 1928 സെപ്റ്റംബർ 20 അവശനായിട്ട് അദ്ദേഹം കിടക്കിയതിന് നീണ്ടു നിവർന്ന് കിടന്നു. ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അപ്പോൾ അവരോട് ദൈവദശകം പാടാൻ പറഞ്ഞു. അവരങ്ങനെ പാടിക്കൊണ്ടിരുന്നു. അപ്പം ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം സുഖം എന്ന അവസാന വരികൾ ഈ ശിഷ്യന്മാർ ആവർത്തിച്ചിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. തുണികളിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം നിശ്ചലമായിട്ട് ആ ആത്മാവ് ഈശ്വരനിൽ വിലയം പ്രാപിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം. ഞാൻ എല്ലാവർക്കും അറിയാമെങ്കിലും ഇന്ന് അത് അനുസ്മരിക്കുന്നത് ഏറ്റവും ചിതമാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനിപ്പോഴും പറയുന്നത് ചെറുപ്പക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചിരിക്കണം. കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയും വേണം. എങ്കിലേ നമ്മുടെ പൈതൃകം എന്താണ്, നമ്മുടെ പാരമ്പര്യം എന്താണ്, നമ്മുടെ ഗുരുപരമ്പരയെക്കുറിച്ചുള്ള അറിവ് നേടുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് എന്താ പറയുക അവനവനെ ചൊല്ലി ഒരു എന്താ പറയുക ആത്മാഭിമാനം ഉണ്ടാവും. ഇന്നിപ്പോൾ ഗുരുദേവൻ്റെ പേരിൽ പോലും ഒരു സമുദായം വിഘടിച്ച് നിൽക്കുക. അദ്ദേഹം രൂപം നൽകിയൊരു സമുദായം വിഘടിച്ച് നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കാണുന്നത്. ഞാൻ വിസ്തരിച്ചൊന്നും പറയുന്ന എന്നേക്കാൾ നന്നായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എവിടെ ജാതി സംഘടനകൾ ഉണ്ടാകുന്നു കുറച്ച് കഴിയുമ്പോൾ അധികാരമോഹം അവിടെ വരും, വേറെ പല പ്രശ്നങ്ങളും വരും, അവിടെ വിഘടിക്കും. അങ്ങനെ വിഘടിക്കാനുള്ള വരുത്തരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ഒരുമിച്ച് നിന്നാലേ നമ്മുടെ പൊതുവായിട്ട് ചില പ്രശ്നങ്ങൾ നമുക്ക് നേരിടാനുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ രാഷ്ട്രത്തിനൊക്കെ പൊതുവായിട്ട് നിരവധി പ്രശ്നങ്ങൾ നേരിടാനുണ്ട്. അങ്ങനെ നേരിടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും യോജിപ്പോടെ നിൽക്കണം, വിഘടിക്കരുത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. കേരളം കണ്ട നവോത്ഥാന നായകരിൽ ഏറ്റവും ഉന്നതനായ ശ്രീ നാരായണ ഗുരുദേവൻ്റെ പാദത്തിൽ മഹാഗുരുവും സന്യാസിയുമായ ആ പണ്ഡിതൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
സാറ് സംസാരിക്കുന്നില്ല, സാറ് സുഖമില്ല. സാറിൻ്റെ സാന്നിധ്യം തന്നെ നമുക്ക് അങ്ങേയറ്റം അനുഗ്രഹപ്രദമാണ്. ഇനി കൃതജ്ഞതാ പ്രകാശനം ശ്രീ TS അംജിത്ത്. യോഗത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ND പ്രേമചന്ദ്രൻ, ബഹുമാനായ ഉദ്ഘാടകൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, സാഹിത്യകാരിയും വളരെയധികം അറിവുകൾ പങ്കുവച്ചതുമായിട്ടുള്ള നമ്മുടെ അതിഥി ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ, സേവാ സംഘത്തിന്റെ സെക്രട്ടറി രാജൻ ചേട്ടൻ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജ്ഞാനവൃദ്ധനും ഈ സേവാ സംഘത്തിന്റെ രക്ഷാകർത്താവുമായ സാനുമാസ്റ്റർ, എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ മഹത് വ്യക്തിത്വങ്ങളുടെ കൂടെ ഒരല്പസമയം ഈ സ്റ്റേജിൽ ഇരിക്കാൻ സാധിച്ചത് എനിക്ക് വളരെയധികം അവിശ്വസനീയമായ ഒരു അനുഭവം തന്നെയാണ്. സാനുമാസ്റ്റർ വേദിയിലേക്ക് വന്ന സാനുമാസ്റ്ററുടെ കൂടെ സാനുമാസ്റ്ററുടെ അരികിലൊരു കസേരയിൽ ഇരിക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു അനുഭവമാണ്. ഇതിനെല്ലാം കാരണമായത് ഭഗവാൻ ബുദ്ധന് ശേഷം ഭാരതം കണ്ട ഏറ്റവും വലിയ ഋഷിവര്യൻ, താൻ ജീവിച്ച കാലഘട്ടത്തെയും തന്റെ സമൂഹത്തെയും ഏറ്റവും അധികം സ്വാധീനിക്കുകയും പ്രോഗ്രസീവായിട്ട് അതിലൊരു മാറ്റം കൊണ്ടുവരികയും ചെയ്ത നാരായണ ഗുരുദേവന്റെ അനുഗ്രഹാശിസുകൾ കൊണ്ടാണെന്ന് ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമ നന്ദി പറയുക എന്നുള്ളതാണ്. എന്റെ കടമയിലേക്ക് കടക്കുമ്പോൾ ഞാനൊരു കുഞ്ഞു കഥയിലൂടെ ഞാൻ ആ കർത്തവ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഥ ഭഗവാൻ ബുദ്ധന്റെ മഹാനിർവാണത്തിന്റെ അന്ന് സംഭവിച്ചതായിട്ടാണ്. ബുദ്ധഭഗവാൻ ദേഹം വെടിയുന്ന സമയത്ത് ബുദ്ധഭഗവാന്റെ ശിഷ്യന്മാരൊക്കെ ആകെ ദുഃഖിതരായി. ഗുരുദേവന്റെ സമാധിവേള പോലെ തന്നെ ബുദ്ധന്റെ മഹാനിർവാണ വേളയിൽ അങ്ങേയറ്റം ദുഃഖാത്തരായ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ഞങ്ങളെ വിട്ടു പോകരുത്, അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രകാശം പകരാൻ, ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അന്ന് ബുദ്ധഭഗവാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ആത്മദീപോ ഭവ, സ്വയം പ്രകാശിക്കുന്നു. ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനായ ഹൈക്കോടതി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇതേ ആശയം തന്നെ കൊണ്ടുവന്നു. ഈ അന്യർക്ക് ഗുണം ചെയ്യുന്നതിന് സ്വന്തം ആയുസ്സും തപസ്സും ബലി ചെയ്ത് ധന്യത്വമോടെ തന്റെ ആത്മതപസ് ബലി ചെയ്ത മഹാഗുരുവിന്റെ ഈ സമാധി ദിനത്തിൽ നമുക്കും എല്ലാവർക്കും ആ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മദീപങ്ങളായി പ്രകാശിക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി യോഗത്തിന്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ND പ്രേമചന്ദ്രൻ അവർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. യോഗത്തിന്റെ ഉദ്ഘാടകൻ അദ്ദേഹത്തിന്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി നീക്കിവെക്കാൻ സന്മനസ് കാണിച്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അറിവിന്റെ മഹാസാഗരമായിട്ടുള്ള നമ്മുടെ എല്ലാം രക്ഷാകർത്താവായിട്ടുള്ള സാനുമാഷിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ഗുരുദേവന്റെ ജീവചരിത്രം ലഘുവായി വിവരിക്കുകയും ഗുരുദേവൻ എത്രത്തോളം ലോകത്തിന് മുന്നിൽ ആരാധനാണെന്ന് വാക്കുകളിലൂടെ സൂചിപ്പിക്കുകയും ചെയ്ത ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.
ബഹുമാനായ സേവാ സംഘം സെക്രട്ടറി ടി.പി. രാജൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ആദരണീയരായിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ യോഗം അവസാനിച്ചതായിരുന്നു. ഈ സമ്മേളനം സമാപിച്ചു. ഇനി ഉടനെ നടക്കുന്നത് കോഴിക്കോട് ശ്രീനിവാസന സംഘം അവതരിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ കൃതികളും ശ്രുതികളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഭക്തി ഗാനമേളയാണ്. അതിനുശേഷം നടക്കാൻ പോകുന്ന ഇവിടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പറഞ്ഞ ഹോമമന്ത്രം ഉപയോഗിച്ചിട്ടുള്ള ശാന്തിഹവനത്തോടുകൂടി പ്രഭാഷണത്തോട് ശിവഗിരിയിലെ സന്യാസി ശ്രേഷ്ഠൻ ശ്രീമദ് നാരായണൻ ശ്രീ അത് ഉച്ചയ്ക്ക് ശേഷം 1-1.5 മണിക്ക് ശേഷം പ്രഭാഷണവും ഹോമമന്ത്രത്തോടു കൂടിയാണ് സമാപിക്കുന്നത്. ഈ ചടങ്ങ് നടക്കുന്നത് ശിവഗിരിയിലും ചെമ്പഴന്തിയിലും ആലുവായിലും പിന്നെ ശ്രീനാരായണ സേവാ സംഘത്തിലും മാത്രമാണ് എന്നോർമ്മ. അപ്പോൾ ഈ ചടങ്ങുകളിൽ നിങ്ങളെല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുന്നു.